So once again, welcome back to the session, everyone. And this is a day 3 of our marathon and revision session. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയിൽ റിവിഷൻ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ വി പ്രാക്ടീസ്ഡ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ അവർ പ്രയർ റിവിഷൻ. ആൻഡ് ഇന്ന് നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. വെൽ ബിഫോർ സ്റ്റാർട്ടിങ് വിത്ത് ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമുക്ക് കുറച്ച് ഏരിയാസ് റിവൈസ് ചെയ്യാനായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് മെയിൻലി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓഫ് quality management, critical appraisal of auditor's report, and additionally നമ്മൾ അതേപോലെ തന്നെ matters to be considered audit evidence reporting. Then 50 marks question. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അതിനെ റിവൈസ് ചെയ്യാനായിട്ടുള്ളത് ഇറ്റ്സ് ഏരിയ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ ഏരിയ ആണ്. നമുക്കപ്പോൾ ക്വിക്ക്ലി അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ പ്രൊജക്റ്റഡ് അല്ലേ? Yes, sir. Okay. So basically ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഏരിയാസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പറഞ്ഞിരുന്നു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു എൻഗേജ്മെന്റ് നമുക്ക് തന്നിട്ട് ആ എൻഗേജ്മെന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് എൻഗേജ്മെന്റ് പാർട്ണർ തരും. ആൻഡ് പ്രൊവൈഡഡ് ഡീറ്റെയിൽസിൻ്റെ അകത്തുനിന്ന് ആ ക്വാളിറ്റി ഓഫ് ദി എൻഗേജ്മെന്റ് അപ്രോപ്രിയറ്റ്ലി മീറ്റ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പിക്ക് ചെയ്യണം. ആൻഡ് നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് പറയാം. ആൻഡ് വിൽ വി നോ ദാറ്റ് നമ്മൾ പഠിച്ചിരുന്നു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോഴത്തേനും ഓരോ എൻഗേജ്മെന്റും ക്വാളിറ്റി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ചില സ്പെസിഫിക് പോയിന്റ്സ് ആയിരുന്നു കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമായിരുന്നു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് റിക്വയർമെന്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഫോർ എക്സാമ്പിൾ ISA 320 മെറ്റീരിയാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. അറ്റ് ദ ഇനീഷ്യൽ പ്ലാനിംഗ് ഫേസ് നമ്മളൊരു മെറ്റീരിയാലിറ്റി ലിമിറ്റ് സെറ്റ് ചെയ്യും. ആൻഡ് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് വി വിൽ കീപ്പ് ഓൺ റിവ്യൂവിംഗ് ദ ലിമിറ്റ് ആൻഡ് വെനെവർ നെസസറി വി വിൽ റിവൈസ് ഇറ്റ്. ബട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ് ദാറ്റ് റിവിഷൻ ഈസ് നോട്ട് ഡൺ അല്ലെങ്കിൽ റിവ്യൂ ഈസ് നോട്ട് ഡൺ അപ്രോപ്രിയറ്റ്ലി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ആസ് എ ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ് ISA സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണ് വർക്ക് പെർഫോം ചെയ്യിക്കുന്നത് എന്നുള്ളത് നോക്കണം. സോ നമ്മൾ പറഞ്ഞിരുന്നു ഹൈലി കോംപ്ലക്സ് അക്കൗണ്ടിങ് ഏരിയാസ്, സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെന്റ് ഉള്ള ഏരിയാസ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ എപ്പോഴും നമ്മൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് ആർക്ക് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്? സീനിയർ ഒഫീഷ്യൽസിന് വേണം കൊടുക്കാൻ. നമ്മുടെ ഓഡിറ്റ് ഫേമിലുള്ള ജൂനിയർ ഓഡിറ്റേഴ്സ്, ഇന്റേൺസ്, റീസെന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഹൈലി സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ആയിട്ടുള്ള ഏരിയാസ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ they will not be having adequate competence to perform that, due to which the auditor might not have obtained sufficient appropriate evidence and resulting in incorrect opinion being expressed on the company's financial statements. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വർക്ക് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനാണ് കൊടുത്തേക്കെന്ന് നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സിഗ്നിഫിക്കൻറ്റ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ ഏരിയാസ്, കോംപ്ലക്സ് അസംഷൻസ് ഉള്ള ഏരിയാസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുള്ളതാണ് ഗോയിങ് കൺസേൺ പോലെ ഒരുപാട് അസംഷൻസ് വരുന്ന ഏരിയാസ്, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ റിവ്യൂ ഈ പറയുന്ന ജൂനിയേഴ്സിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി ലിമിറ്റ് ജൂനിയേഴ്സിനോട് ഡിറ്റർമൈൻ ചെയ്യാൻ പറയാണ്. ആൻഡ് ഇൻ ഓൾ ഓഫ് ദോസ് കേസസ് മിസ്റ്റേക്സ് വിൽ ബി ഹൈ ആൻഡ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല ഇഫ് ദാറ്റ് ഈസ് അസൈൻ ടു ദ ജൂനിയർ ഓഡിറ്റേഴ്സ്. ഇനി നമ്മൾ പറഞ്ഞു ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണോ എന്നുള്ളത് നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താ പ്രധാനമായിട്ടും, if the audit is time pressured, which means if the auditor is not having sufficient time to perform the engagement, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി he might not be able to obtain sufficient appropriate evidence. അപ്പോൾ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും നമ്മൾ പറഞ്ഞു? ഡിറ്റക്ഷൻ റിസ്കിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും നമ്മൾ പറഞ്ഞു. കാരണം ഓഡിറ്ററിന് കറക്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഇൻകറക്റ്റ് ഒപ്പീനിയൻ ആയിരിക്കും ഓഡിറ്റർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കണം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടൈം പ്രഷേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലിമിറ്റേഷൻസിനെ കുറിച്ച് സിനാരിയോയ്ക്ക് അത് പറയുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇനി നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ആണെന്ന് നോക്കണം. സോ ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് ISA 230 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ്റെ അകത്തുള്ള നോളജ് വേണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. സഫീഷ്യൻസി എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞേ ക്വാണ്ടിറ്റി ഓഫ് എവിഡൻസ് ആഡിക്വേറ്റ് ആയിരിക്കണം, വിച്ച് മീൻസ് നമ്മൾ പറഞ്ഞിരുന്നു മെറ്റീരിയാലിറ്റി ഓഫ് ദി ഐറ്റം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കൂടുതൽ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. റിസ്ക് ഓഫ് ദി എൻഗേജ്മെന്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. റിസൾട്ട് ഓഫ് അതർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് സാറ്റിസ്ഫൈങ് അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ക്വാണ്ടിറ്റി ഓഫ് ദി എവിഡൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. സെയിം as ദാറ്റ് നമ്മൾ പറഞ്ഞിരുന്നു ക്വാളിറ്റി ഓഫ് ദി എവിഡൻസും സഫീഷ്യന്റ് ആണെന്നുള്ളത് നോക്കണം.
സോ ക്വാളിറ്റി കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു റിട്ടേൺ എവിഡൻസ് വേഴ്സസ് ഓറൽ എവിഡൻസ് ഏതാ ഇവർ ഒപ്റ്റൈൻ ചെയ്തൊക്കെ നോക്കുക. റിട്ടേൺ എവിഡൻസ് വിൽ ബി മോർ റിലയബിൾ ദാൻ ഓറൽ എവിഡൻസ്. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണോ അതോ ഇവർ ഒപ്റ്റൈൻ ചെയ്തേക്കുന്നത് ഫോട്ടോ കോപ്പീസ് ആണോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. കാരണം ഒറിജിനൽ ഡോക്യുമെന്റ്സ് വിൽ ബി മോർ റിലയബിൾ ദാൻ ഫോട്ടോ കോപ്പീസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഓഡിറ്റർ തന്നെ ഡയറക്ട്ലി ഒപ്റ്റൈൻ ചെയ്തേക്കുന്ന എവിഡൻസ് ആണോ അതോ ക്ലയന്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന എവിഡൻസ് ആണോ എന്ന് നോക്കണം. ബിക്കോസ് ഓഡിറ്റർ ഒപ്റ്റൈൻ ചെയ്തേക്കുന്ന എവിഡൻസ് ആയിരിക്കും എപ്പോഴും ക്ലയന്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന എവിഡൻസിനെക്കാളും റിലയബിൾ. ദെൻ നമ്മൾ പറഞ്ഞു ഇന്റേണലി ഒപ്റ്റൈൻ ചെയ്തേക്കുന്ന എവിഡൻസ് ആണ് എക്സ്റ്റേണലി കിട്ടിയതാണോ എന്ന് നോക്കുക. എക്സ്റ്റേണൽ എവിഡൻസ് വിൽ ബി മോർ റിലയബിൾ ദാൻ ഇന്റേണൽ എവിഡൻസ്. ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ റിലയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഓഡിറ്റ് എവിഡൻസിന്റെ റിലയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പറയുന്ന ഫാക്ടേഴ്സിന്റെ ബേസിസ് വേണം നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. റിട്ടേൺ ഷുഡ് ബി മോർ റിലയബിൾ ദാൻ ഓറൽ. ഒറിജിനൽ ഡോക്യുമെന്റ്സ് വിൽ ബി മോർ റിലയബിൾ ദാൻ ഫോട്ടോകോപ്പി. Evidence obtained directly by the auditor will be more reliable provided by the client. External evidence will be more reliable than internal evidence. And internal control system improve ആവുന്നതിനനുസരിച്ച് reliability of the audit evidence will also improve. അപ്പോൾ ഇതിന്റെ ബേസിസ് നിങ്ങൾ നോക്കുക സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒപ്റ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ് റവന്യൂ റിലേറ്റഡ് ബാലൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു റവന്യൂ റിലേറ്റഡ് ബാലൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ വരിക ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും അല്ലേ. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും റവന്യൂ ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ വരിക. അതേ സമയത്ത് അസറ്റ് ആണെന്നുണ്ടെങ്കിലോ അക്കൗണ്ട് ബാലൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം അക്കൗണ്ട് ബാലൻസിന്റെ അകത്ത് ഏതൊക്കെയായിരുന്നു വരിക അസറ്റ് ലയബിലിറ്റി ഇക്വിറ്റി. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ്റെ അകത്ത് ഏതൊക്കെയായിരുന്നു വരുന്നുണ്ടാവുക ഇൻകവും എക്സ്പെൻസും. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അസേഷൻസ് ആയിട്ട് നമ്മൾ ഏതൊക്കെയായിരുന്നു പഠിച്ചത്. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അസേഷൻസ് ഏതൊക്കെയായിരുന്നു ഒക്കുറൻസ് പിന്നെ കംപ്ലീറ്റ്നെസ് ഓക്കെ പിന്നെ ആക്യുറസി കട്ട് ഓഫ് പ്രസന്റേഷൻ വേറെ ഏതായിരുന്നു മെയിൻ ക്ലാസിഫിക്കേഷൻ. അതേ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞിരുന്നു അക്കൗണ്ട് ബാലൻസിനാണ് ഏതൊക്കെ അസെഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക എക്സിസ്റ്റൻസ് വരും പിന്നെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വരും പിന്നെ ക്ലാസിഫിക്കേഷൻ വരും ഓക്കെ കംപ്ലീറ്റ്നെസ് വരും പിന്നെ ആക്യുറസി വാല്യുവേഷൻ അലൊക്കേഷൻ വരും ദെൻ നമ്മൾ പറഞ്ഞു പ്രസന്റേഷൻ വരും അല്ലേ. സോ ഇത്രയൊക്കെ അസേഷൻസ് വരിക. അപ്പം നിങ്ങൾക്ക് ഒരു സിനാരിയോ തന്നിട്ട് അവിടെ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒപ്റ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് തന്നേക്കുന്ന സിനാരിയോക്ക് അത് പറഞ്ഞേക്കുന്ന കഥ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് അക്കൗണ്ട് ബാലൻസിനെ കുറിച്ചാണ് നോക്കുക. അതായത് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻകത്തെ കുറിച്ചാണോ എക്സ്പെൻസിനെ കുറിച്ചാണോ നോക്കുക. അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുമ്പോൾ അസറ്റ് ലയബിലിറ്റി ഇക്വിറ്റി ഇതിനെ ഏതിനെങ്കിലും കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് നോക്കുക. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മാൻഡേറ്ററി ആയിട്ടൊന്ന് നോക്കണം ക്ലാസ് ഓഫ് ട്രാൻസാക്ഷന്റെ എല്ലാ അസേഷൻസും അവിടെ കവർ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ഒക്കറൻസ് കംപ്ലീറ്റ്നെസ് ആക്യുറസി കട്ട് ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രസന്റേഷൻ. ഒക്കറൻസ് നമ്മൾ പറഞ്ഞത് ട്രാൻസാക്ഷൻ കറക്റ്റ് ആയിട്ട് ശരിക്കും ഉണ്ടായത് തന്നെയാണോ എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടായതാണോ എന്ന് നോക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. എല്ലാ ഇൻകവും എക്സ്പെൻസും ഉണ്ടായതെല്ലാം കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. ആ ഫിഗേഴ്സ് ആക്യുറേറ്റ് ആണെന്നുള്ള കൺഫേം ചെയ്യണം. കട്ട് ഓഫ് കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡിൽ തന്നെയാണോ ബാലൻസസ് കാണിച്ചേക്കുന്നത് നോക്കണം. പ്രസന്റ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ നോക്കുക. ക്ലാസിഫിക്കേഷൻ കറക്റ്റ് അക്കൗണ്ടിങ് ഹെഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടോ നോക്കുക. ഒരു അസറ്റ് ലയബിലിറ്റി ഇക്വിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് കൺഫേം ചെയ്യണം. കമ്പനിക്ക് റൈറ്റ്സ് ഉള്ള അസറ്റ് ആയിരിക്കണം. ഒബ്ലിഗേഷൻസിന് മേലെ കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ടാവണം. ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കറക്റ്റ് അക്കൗണ്ടിങ് ഹെഡിൽ അസറ്റ്സും ലയബിലിറ്റി ഇക്വിറ്റിയും കാണിക്കണം. കംപ്ലീറ്റ്നെസ് എല്ലാ അസറ്റും ലയബിലിറ്റി ഇക്വിറ്റിയും കറക്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടാവണം. ആക്യുറസി വാല്യുവേഷൻ ലൊക്കേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് ഓരോന്നും ട്രീറ്റ് ചെയ്യേണ്ടത് അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. പ്രസന്റേഷൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് അങ്ങനെ പ്രസന്റ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസും അക്കൗണ്ട് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അസേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് അവിടെ ഒപ്റ്റൈൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കൺസിഡർ. ഐ ബിലീവ് യു മൈറ്റ് റിമെമ്പർ നമ്മൾ തേർമാൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ. അവിടെ നമ്മളോട് സ്പെസിഫിക്കലി ഇത് മാത്രമായിട്ട് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ ചോദിക്കാൻ നമ്മളോട് ഇത് മാത്രം റിക്വയർമെന്റ് ആയിട്ട് ചോദിക്കും. അതായത് കമന്റ് ഓൺ ദി സഫിഷ്യൻസി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദി ഓഡിറ്റ് എവിഡൻസ് ഒപ്റ്റൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കമന്റ് ഓൺ ദി സഫിഷ്യൻസി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഒപ്റ്റൈൻഡ് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇത്രയും ഫാക്ടേഴ്സ് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു പോയിന്റ്സ് കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ആണോ അക്കൗണ്ട് ബാലൻസിനാണോ അതിന്റെ അസേഷൻസ് മീറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എഴുതിയിട്ടുണ്ടോ നോക്കുക. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മീറ്റ് ചെയ്യാനായിട്ടുള്ള മെൻഷേഴ്സ് അവർ എടുത്തിട്ടുണ്ടോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മിസ്സിംഗ് ഉള്ള അതിനനുസരിച്ചുള്ള അഡീഷണൽ പ്രൊസീജിയേഴ്സ് ആണ് അവിടെ എഴുതേണ്ടത്. ക്ലിയർ ആയോ?
ഓക്കെ, അതേതാ കേസ്? കമന്റ് ഓൺ ദി സഫിഷ്യൻസി ആൻഡ് ദി അപ്രോപ്രിയറ്റ്നെസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ്, ഓർമ്മയില്ലേ? ഓക്കെ, അടുത്തത് നമ്മളോട് പറയാണ് ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് ഓഡിറ്റ് പെർഫോം ചെയ്തേക്കുന്നത് നോക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണോ ഓഡിറ്റ് എപ്പോഴും പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഡിപ്പെൻസ് ഓൺ ദി കേസ്. ചില സിറ്റുവേഷൻസിൽ പ്ലാനിൽ നിന്ന് മാറാൻ പാടില്ല, പ്ലാൻ പ്രകാരം തന്നെ ഓഡിറ്റ് ചെയ്യണം. അപ്പൊ അവിടെ പ്ലാനിൽ നിന്ന് മാറുന്നതായിരിക്കും പ്രോബ്ലം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും കമ്പനി ഫുൾ സബ്സ്റ്റാൻറ്റീവ് അപ്രോച്ചിലാണ് ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര പ്രൊസീജിയേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു, ആൻഡ് ആ പ്ലാൻ നമ്മുടെ കമ്പനിയുടെ എൻഗേജ്മെന്റ് പാർട്ണർ അപ്രൂവ് ചെയ്തു, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയും. എന്നിട്ട് നിങ്ങളോട് പറയും ലേറ്റർ ഓൺ ക്ലയന്റിന്റെ ഓഡിറ്റ് ചെയ്ത സമയത്ത് ക്ലയന്റ് ബിസി ആയിരുന്നു, അതുകൊണ്ട് പ്ലാനിന്റെ അകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തി, നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത അത്രയും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നില്ല എന്ന് പറയും, വിച്ച് ഈസ് നോട്ട് അലൗഡ്. ഡെഫിനറ്റ്ലി അവിടെ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ പ്ലാൻ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് നീഡ് ടു ബി ഐഡന്റിഫൈഡ് ആസ് എ ക്വാളിറ്റി കൺട്രോൾ ഡെഫിഷ്യൻസി. ക്ലിയർ ആയോ? ഇവിടെ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പോയി. ക്ലിയർ ആണോ? ഓക്കെ, നമ്പർ 2 നിങ്ങളോട് പറയാണ്, അതായത് ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണ് ഇവർ പെർഫോം ചെയ്യുന്നത്, ആൻഡ് ഇവർ പ്ലാനിന്റെ അകത്ത് ഒരു മാറ്റവും വരുത്താൻ തീരുമാനിച്ചിട്ടില്ല, പ്ലാൻ അതേപോലെ തന്നെ കണ്ടിന്യൂ ആണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളോട് പറയാണ് ഓഡിറ്റ് പ്ലാനിങ് ചെയ്തത് ഓൾമോസ്റ്റ് 6 months മുന്നെയാണ്, ഇയർ എൻഡിന് തൊട്ട് മുന്നേ ഇവരൊരു സബ്സിഡറിനെ അക്യൂർ ചെയ്യാൻ തീരുമാനിച്ചു, ഇയർ എൻഡിന് ശേഷം അക്യൂർ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ പറയാണ് ഇത് ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആണ്, പക്ഷെ ഇവർ അടുത്ത വർഷത്തിന്റെ അകത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തോളും, ഓഡിറ്റിൽ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം പ്ലാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഓഡിറ്റ് തുടങ്ങുന്ന സമയത്തല്ല ഓഡിറ്റ് പ്ലാനിങ് നടക്കുന്നത്. ഓഡിറ്റ് പ്ലാനിങ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓഡിറ്റ് പ്ലാനിങ് എപ്പോൾ മാത്രമേ അവസാനിക്കുള്ളൂ? ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ക്ലയന്റിന് എപ്പോഴാണ് കൊടുക്കുന്നത് അപ്പം മാത്രമേ ഓഡിറ്റ് പ്ലാനിങ് അവസാനിക്കുള്ളൂ. സോ തുടക്കം തൊട്ട് അവസാനിക്കുന്നതോടെ വരെ ഓഡിറ്റ് പ്ലാനിങ്ങും സ്ട്രാറ്റജിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. വെനെവർ നെസസറി നമ്മൾ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ കേസിൽ പ്ലാനിൻ്റെ അകത്ത് ചേഞ്ച് വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും? ക്വാളിറ്റി കൺട്രോൾ ഡെഫിഷ്യൻസി ആയി മാറും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ പ്ലാൻ പ്രകാരമാണോ പെർഫോം ചെയ്തേക്കുന്നത് എന്ന് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചേഞ്ചിന് ആവശ്യം ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ ക്വാളിറ്റി കൺട്രോൾ ഡെഫിഷ്യൻസി. അവിടെ ചേഞ്ചിന് ആവശ്യമുണ്ട് പക്ഷേ അത് റീസണബിൾ അല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ മാറ്റം വരുത്താൻ പാടില്ല. മാറ്റം വരുത്തിയാൽ അത് ഡെഫിഷ്യൻസി ആയി മാറും. അപ്പോൾ അത് സിനാരിയോനെ ബേസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം എഴുതാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ നോക്കണം. എപ്പോഴും ജൂനിയേഴ്സ് ചെയ്യുന്ന വർക്ക് സീനിയേഴ്സ് റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. ജഡ്ജ്മെന്റൽ ഏരിയാസ് ഒക്കെ സീനിയേഴ്സ് അപ്രൂവ് ചെയ്യണം. ഓഡിറ്ററായി നമുക്ക് നോളജ് ഇല്ലാത്ത ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പേർട്ടിന്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്ത കമ്പ്യൂട്ടേഷൻസ് എക്സ്പേർട്ട് റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു ഹൈറാർക്കിയൽ റിവ്യൂസ് ആയിരിക്കണം നടത്തുന്നത്. എന്ന് വെച്ചാൽ ഒരു ജൂനിയർ ചെയ്ത വർക്ക് ആരെങ്കിലും റിവ്യൂ പോരാ. നമ്മൾ പറഞ്ഞു പീർസ് തമ്മിൽ റിവ്യൂ ചെയ്യാൻ പാടില്ല, വിച്ച് മീൻസ് ഒരു ജൂനിയർ ചെയ്ത വർക്ക് മറ്റൊരു ജൂനിയർ റിവ്യൂ ചെയ്യാൻ പാടില്ല, ബിക്കോസ് അവർക്ക് അറിയുന്നുണ്ടാവില്ല എന്തൊക്കെ മിസ്റ്റേക്ക് അതിൻ്റെ അത് വരാമെന്ന്. സോ ദേ വോണ്ട് ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് എ മിസ്റ്റേക്ക് ഓൺ ടൈംലി ബേസിസ്. സോ എപ്പോഴും സുപ്പീരിയേഴ്സ് വേണം ജൂനിയേഴ്സിന്റെ വർക്ക് റിവ്യൂ ചെയ്യാൻ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ആർട്ടിക്കിളിന്റെ വർക്ക് റിവ്യൂ സ്റ്റാഫ് ആയിരിക്കും, സ്റ്റാഫിന്റെ വർക്ക് റിവ്യൂ സീനിയേഴ്സ് ആയിരിക്കും, അവരുടെ വർക്ക് റിവ്യൂ ചെയ്യുന്നുണ്ട് ഓഡിറ്റ് മാനേജേഴ്സ് ആയിരിക്കും, അവരുടെ വർക്ക് റിവ്യൂ സീനിയർ മാനേജേഴ്സ് ആയിരിക്കും, അവരുടെ വർക്ക് പാർട്ട്നേഴ്സ് റിവ്യൂ ചെയ്യും, പാർട്ട്ണർ ചെയ്ത് എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ റിവ്യൂ ചെയ്യും. സോ ഇങ്ങനെ ഹൈറാർക്കിയൽ റിവ്യൂ ആണ് എപ്പോഴും നടന്നു പോകേണ്ടത്. അവിടെ ഏതെങ്കിലും ഹൈറാർക്കിയൽ റിവ്യൂ നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആയിട്ട് പറയാം. ഇനി അതേപോലെ തന്നെ നമ്മൾ ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു, ഇപ്പോൾ റിട്രീവർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കണ്ടു, അവിടെ നിങ്ങളോട് പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിവ്യൂ ചെയ്തോളാൻ. സോ ദാറ്റ് വിൽ ബി ആൻ ഇഷ്യൂ. നിങ്ങളോട് ചില സിറ്റുവേഷൻ പറയാണ് എൻഗേജ്മെന്റ് പാർട്ണറും ഓഡിറ്റ് മാനേജറും ഒരുമിച്ചാണ് റിവ്യൂവിന് വന്നത്, ഓഡിറ്റ് മാനേജർ ചെക്ക് ചെയ്തു എല്ലാം ഓക്കെ ആണെന്ന് എൻഗേജ്മെന്റ് മാനേജർ പറഞ്ഞ സമയത്ത് പാർട്ണർ അത് സൈൻ ചെയ്തു എന്ന് പറയും. ചെയ്യാൻ പാടില്ല. എൻഗേജ്മെന്റ് മാനേജർ വർക്ക് റിവ്യൂ ചെയ്ത് സൈൻ ഓഫ് ചെയ്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അടുത്ത റിവ്യൂവിന് പോകാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കുക വർക്ക് അപ്രോപ്രിയറ്റ്ലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ എന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതായിരുന്നു, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക, ഇത്രയും കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പം ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെ നോക്കണം? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനാണ് വർക്ക് അസൈൻ ചെയ്തേക്കുന്നത്, ടൈം പ്രഷർ ആണോ നോക്കണം, ടൈപ്പ് ഓഫ് എവിഡൻസ് അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക, ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണ് പെർഫോം ചെയ്തേക്ക് നോക്കുക, വർക്ക് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണെന്ന് കൺസിഡർ ചെയ്യണം. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? പക്ക? അപ്പൊ ഇതായിരുന്നു ക്വാളിറ്റി കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന് പുറമെ നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി പഠിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ക്രിട്ടിക്കൽ അപ്രൈസൽ. ആൻഡ് എസ്പെഷ്യലി റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ ക്രിട്ടിക്കൽ അപ്രൈസൽ പഠിച്ചിരുന്നത്.
നമ്മൾ ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ നമ്മൾ അഷുറൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് സർവീസസ് ചെയ്യുന്ന സമയത്ത് ഓരോ സിറ്റുവേഷനിലും ഓരോ തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. അവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പഠിച്ച 2 കാറ്റഗറി ഓഫ് റിപ്പോർട്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞേ? ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ PFI എൻഗേജ്മെന്റിന്റെ റിപ്പോർട്ട്. ബട്ട് PFI എൻഗേജ്മെന്റിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കില്ല. നമ്മളത് പഴയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്ത റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട്, അതിന്റെ പാർട്ട് ബി 2021 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്ത്. അതൊന്ന് റിവൈസ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാം. 2021 റോക്കറ്റ്. ആൻഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ചോദിക്കാറുള്ളത് അതിലേതാണ്? ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ്. അപ്പോൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ ക്രിട്ടിക്കൽ അപ്രൈസൽ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഫോമാറ്റ് പഠിക്കുക എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ടൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ എപ്പോഴും അഡ്രസ് ചെയ്യുന്നുണ്ടാവുക? ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ, സോറി രണ്ടും മിക്സ് ആയി. ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഏത് ടേം ആയിരിക്കും യൂസ് ചെയ്യുക? മെമ്പേഴ്സ് എന്നുള്ള ടേം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോറി, ടൈറ്റിൽ അല്ല കേട്ടോ, അഡ്രസ്സിങ്. ഓക്കെ, അഡ്രസ്സിങ്. ടൈറ്റിൽ എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്നുള്ളതായിരിക്കും. അഡ്രസ്സിംഗ് ആണ് ടു ദ ഓണേഴ്സ് ഓഫ് അല്ലെങ്കിൽ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ടു ദ മെമ്പേഴ്സ് ഓഫ് ABP സപ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കുക. ദെൻ നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറയണം. എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ഒപ്പീനിയൻ പാരഗ്രാഫ് വേണം ഫസ്റ്റ് കൊടുക്കാൻ. ആൻഡ് ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ കീ ഓഡിറ്റ് മാറ്റേഴ്സും എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകളും കൊടുക്കാം. അതർ ഇൻഫോർമേഷൻ പാരഗ്രാഫ് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻ കേസ് എങ്ങാനും അതർ ഇൻഫോർമേഷനകത്തുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് പറയാനാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത് എവിടെ കൊടുക്കണ്ടേ? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഓഡിറ്റർ, അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി, നെയിം, സൈന്, ഡേറ്റ് ഇട്ട് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മൾ പഠിച്ചിരുന്നു എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ലാസ്റ്റ് ഡിസ്കസ് ചെയ്താണ്. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് വരും, അതർ മാറ്റർ വരും, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് വരും, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് വരും, അതർ ഇൻഫോർമേഷൻ പാരഗ്രാഫ് വരും. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ. ഇനി നമ്മളിവിടെ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. whenever you get a question based on critical appraisal of the auditor's report, അവിടെ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ എന്തായിരുന്നു? അവർ കൊടുത്തേക്കുന്ന ഒപ്പീനിയൻ എന്താണോ ആ ഒപ്പീനിയൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ഒപ്പീനിയനും അതേപോലെ തന്നെ ബേസിസ് ഫോർ ഒപ്പീനിയന്റെയും ഹെഡിങ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഒപ്പീനിയൻ ആൻഡ് ബേസിസ് ഫോർ ഒപ്പീനിയൻ, ഹെഡിങ് കറക്റ്റ് ആണോ നോക്കുക. ഹെഡിങ് കറക്റ്റ് ആണോ നോക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞേ? ഓർഡർ കറക്റ്റ് ആണോ നോക്കണം. ആദ്യമേ ഒപ്പീനിയൻ പാരഗ്രാഫും ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫും ആയിരിക്കണം എന്തുണ്ടാവുക? ഹെഡിങ്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഒപ്പീനിയൻ പറഞ്ഞു, ഒപ്പീനിയൻ ബേസിസ് ഫോർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതുന്ന ഏത് കേസിൽ മാത്രമായിരിക്കും? അൺമോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ നടത്തുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തുകയാണ്, ലൈക്ക് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുകയാണ്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഒപ്പീനിയൻ എഴുതുന്നതിന് പകരം ക്വാളിഫൈഡ് ഒപ്പീനിയൻ താഴെ ബേസിസ് ഫോർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ എഴുതണം. അഡ്വേഴ്സ് ഒപ്പീനിയൻ ബേസിസ് ഫോർ അഡ്വേഴ്സ് ഒപ്പീനിയൻ എഴുതണം. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ബേസിസ് ഫോർ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് എഴുതണം എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് എത്രയാണോ അത് ക്വാണ്ടിഫൈഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് ക്വാണ്ടിഫൈഡ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞേ? ഏത് സ്റ്റാൻഡേർഡ് ആണ് തെറ്റിയത്, അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണോ ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ള കാര്യം പറയണം. എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റും പറയണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊവിഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എത്രയാണെന്നുള്ളത് പറയണം. ആ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് എന്താണ് മിസ്സ്റ്റേറ്റ്മെന്റ് വന്നത്, അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണോ ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് പറയാം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഏതാണ് തെറ്റിയത്, IAS 37 ആണെങ്കിൽ അതാണെന്നുള്ളതും പറയണം. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള വേർഡിങ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ലൈക്ക് വി ഡോണ്ട് തിങ്ക് ദാറ്റ്, വി ഡോണ്ട് ഫീൽ ദാറ്റ്, ഒരു പർട്ടിക്കുലർ ഡയറക്ടർ പേരെടുത്ത് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞു വേഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. വേഗ് ഇൻഫർമേഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? കമ്പനിയുടെ പേര് പറയാതിരിക്കുക. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അക്വിസിഷൻ ഓഫ് എ കമ്പനി ദർ ഈസ് എ മിസ്സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു എന്ന് പറഞ്ഞ് പറയുന്നു. വി റെഫർ ടു ദ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നു, പക്ഷെ നോട്ട് നമ്പർ പറയുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ പറഞ്ഞ വേഗ് ഇൻഫർമേഷൻ. അടുത്ത് നമ്മൾ പറഞ്ഞു അബ്രിവിയേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ISA, IAS എന്നുള്ള ടേംസ് മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല. അതിന്റെ ഫുൾ ഫോം കൊടുത്തതിന് ശേഷം മാത്രമേ അബ്രിവിയേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ നമ്മൾ എന്തൊക്കെയാണെന്നാ പറഞ്ഞേ?
ഒപ്പീനിയൻ പറഞ്ഞു, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറഞ്ഞു, ക്വാണ്ടിഫിക്കേഷൻ പറഞ്ഞു, അൺപ്രോഷൻ വേണ്ടിയും പറഞ്ഞു, വേഗ് ഇൻഫർമേഷൻ പറഞ്ഞു, അബ്രിവിയേഷൻ പറഞ്ഞു. ഇനി എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന്റെ യൂസേജ്. എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന്റെ യൂസേജ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ മാറ്ററിനെ കുറിച്ച് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ആ മാറ്റർ മെറ്റീരിയൽ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കീ ഓഡിറ്റ് മാറ്ററിന്റെ കേസിൽ ലിസ്റ്റഡ് കമ്പനീസിനായിരിക്കും നമ്മൾ നോമിനി ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ദോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്കകത്തുനിന്നും വേണം നമ്മൾ പിക്ക് ചെയ്യാൻ. അതർ ഇൻഫർമേഷൻ പാരഗ്രാഫിന്റെ കേസ് നമ്മൾ പറഞ്ഞു അതർ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ആനുവൽ റിപ്പോർട്ടിലെ അതർ ദാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്തെങ്കിലും കുറിച്ച് പറയാനുണ്ടെങ്കിൽ മാത്രം അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് യൂസ് ചെയ്യാവുള്ളൂ. മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫിന്റെ കേസിൽ പറഞ്ഞു ഗോയിങ് കൺസേൺ റിലേറ്റഡ് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവണം, അത് അപ്രോപ്രിയറ്റ്ലി പ്രസന്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആവണം. ആൻഡ് ഗോയിങ് കൺസേൺ അസംഷൻ ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ MURGC പാരഗ്രാഫ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ പറയുന്ന പാരഗ്രാഫുകളിലെ ഓരോന്നിനും യൂസേജ് അപ്രോപ്രിയേറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ, ഏതെങ്കിലും നമുക്ക് മിസ്സായടാ? റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ്. റെലവൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് നമ്മളിപ്പം സ്റ്റാൻഡേർഡിന്റെ നെയിം മെൻഷൻ ചെയ്യാതിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ എത്തിക്കൽ റിക്വയർമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ എത്തിക്കൽ റിക്വയർമെന്റ്സ് സ്റ്റാൻഡേർഡ്സ് ISBയുടെ സ്റ്റാൻഡേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ISB എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പം IFRS സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് തന്നെ മെൻഷൻ ചെയ്യണം. റെലവൻറ്റ് സ്റ്റാൻഡേർഡിന്റെ നെയിം ആൻഡ് നമ്പർ കൃത്യമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇതായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഫാക്ടേഴ്സ്. ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ട് എല്ലാവരും? ഓക്കെ, ഫൈൻ. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒപ്പീനിയൻ പാരഗ്രാഫ് പറയുന്ന സമയത്ത് ഒപ്പീനിയൻ പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ എന്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടാവണം? സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പറയണം എന്ന് പറഞ്ഞേ? കോമ്പോണൻസ് പറയണം അല്ലേ? പിന്നെ സബ്ജക്ട് മാറ്റർ വേറെ എന്തൊക്കെയാണെന്ന് വേഗം പറയൂ. പീരിയഡ് ഏതാണെന്നുള്ള പറയണം. പിന്നെ ക്ലയന്റിന്റെ നെയിം എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അത് ഓർത്തോണേ. അതായത് പീരിയഡ് ഫോർ ദി ഇയർ എൻഡഡ് ഏതാണെന്നുള്ളത് പറയണം. കോമ്പണൻസ് പറയുമ്പോൾ ഏതൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണോ, ക്യാഷ് ഫ്ലോ ആണോ, ഡിസ്ക്ലോഷർ നോട്ട്സ് ആണോ ഏതാണെന്നുള്ളത് പറയണം. ദെൻ ക്ലയന്റിന്റെ നെയിമും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയായിരുന്നു ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ കേസ് നമ്മൾ പഠിച്ചിരുന്നത്. ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞതെന്നറിയാം. നമുക്കറിയാം ഇറ്റ്സ് ജസ്റ്റ് റിവിഷൻ, ലെക്ചർ അല്ല. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച കാര്യം പെട്ടെന്ന് ക്വിക്ലി റിവൈസ് ചെയ്ത് പോകുന്നതാണ്. ഐ ബിലീവ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ. കണ്ടിന്യൂസ് ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. ക്ലിയർ ആണോ? ഇനി PFIയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ എന്തൊക്കെയാ കൺസിഡർ ചെയ്യണമെന്ന്. എന്തൊക്കെയാ PFIയുടെ കേസ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞേ? ടൈറ്റില്, അഡ്രസ്സി. PFIയുടെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു അഡ്രസ്സി എന്ന് പറയുമ്പോൾ അവിടെ മേജർ ഡിഫറൻസ് ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സ് ആണോ അഡ്രസ്സി? അല്ല. ഇവിടെ എപ്പോഴും ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അഡ്രസ്സി ആയിട്ട് വരുന്നുണ്ടാവുക. ദെൻ നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെ പറയണം? സബ്ജക്ട് മാറ്റർ പറയണം. കുറച്ച് മുന്നത്തെ പോലെ തന്നെ എവിടെ എന്ത് വരും? എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള വരും, അല്ലെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ള വരും PFIയുടെ. ദെൻ പീരീഡ് പറയണം, ക്ലയന്റിന്റെ പേര് പറയണം. ആപ്ലിക്കബിൾ ലോ ആൻഡ് സ്റ്റാൻഡേർഡ് ഏതാണെന്നുള്ള പറയണം. നോർമലി ISAE ആയിരിക്കും, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അഷുറൻസ് എൻഗേജ്മെന്റ്സ് ആയിരിക്കും. മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് പറയണം. ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയും ബേസിസ് ഓഫ് ഒപ്പീനിയനും പറയണം. പേർപ്പസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ പറയണം. ഏത് അഷുറൻസ് ആയിരിക്കും കൊടുക്കുക PFIയുടെ കേസിൽ? നെഗറ്റീവ് അഷുറൻസ് ആയിരിക്കും. PFIയുടെ ബേസിസ് ഓഫ് അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും റെലവൻറ്റ് ഫ്രെയിംവർക്ക് ഏതാണെന്നുള്ളതും പറയണം. അപ്രോപ്രിയേറ്റ് KVATs എന്തൊക്കെയാണെന്നുള്ളത് പറയണം. റിപ്പോർട്ടിംഗ് അക്കൗണ്ടിന്റെ സിഗ്നേച്ചറും ഡേറ്റും എഴുതണം, കൺക്ലൂഡ് ചെയ്യണം. KVAT എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലിമിറ്റേഷൻസ്. ഓക്കെ, ലിമിറ്റേഷൻസ്. ആൻഡ് ലിമിറ്റേഷൻസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും അത് എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്? റിപ്പോർട്ടിന്റെ ക്രെഡിബിലിറ്റി അഫക്ട് ചെയ്യത്തില്ലാത്ത രീതിയിലായിരിക്കണം അത് കൊടുക്കുന്നത്. ഓർമ്മയുണ്ടോ? അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? പക്കാ? ഓക്കെ, പെർഫെക്റ്റ്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൺ ദിസ് ബേസിസ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഏതാ? ഓക്കെ, സോ നമുക്കപ്പോൾ ഫസ്റ്റ് ഇപ്പം ഡിസ്കസ് ചെയ്തതിന്റെ ബേസിസിലാണ്ട് ഈ B&Co എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ചെയ്യാം. ബർട്ടൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. സോ കംപ്ലീഷൻ റിവ്യൂ ആൻഡ് റിപ്പോർട്ടിംഗ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ബർട്ടൺ ആൻഡ് കോ. So it's 1st July 2015.
You are an audit manager in Burton and Co., a firm of chartered certified accountants. Your role includes performing post-issuance quality review of completed audits within your firm. And you have been asked to review audit file for B&Co for the year ending 31st Jan 2015. You are currently working on the audit of Fresier Company for the year ended 31st March 2015. And you are in the process of reviewing the proposed auditor's report. The following exhibit available on the left-hand side of the screen provides you. Okay, fine, leave it. അപ്പോൾ നമ്മളോട് പറഞ്ഞു 1st July 2015 ആണ് ഇന്നത്തെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ബർട്ടൺ ആൻഡ് കോ എന്ന് പറയുന്ന ഫേമിലെ ഓഡിറ്റ് മാനേജർ ആണെന്ന് പറഞ്ഞു. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളാണ് പോസ്റ്റ് ഇഷ്യൂവൻസ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ നടത്തുന്നത് ഫേമിൻ്റെ അകത്ത് തന്നെ. അതുപോലെ തന്നെ ഒരു ക്ലയന്റിന്റെ ഓഡിറ്റ് ഫയലും റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബോഡിയൻ കമ്പനി എന്ന് പറയുന്ന ക്ലയന്റിന്റെ 31st Jan 2015 ആണ് അവരുടെ ഇയർ എൻഡ്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കറന്റ് ഓഡിറ്റ് വർക്ക് ഫ്രീസിയ കമ്പനിയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് നമ്മളാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ പ്രൊപ്പോസ്ഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. സോ നമുക്കിവിടെ റിക്വയർമെന്റ്സ് തന്നിട്ടുണ്ട്. റിക്വയർമെന്റ് നമ്പർ 1, ഡിസ്കസ് ദ ചാലഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ഇൻ പെർഫോമിംഗ് എക്സ്റ്റേണൽ കമ്പനി ഓഡിറ്റ്. ഡാറ്റ അനലിറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ചലഞ്ചസ് ഉള്ളതെന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി എ തിയറി ക്വസ്റ്റ്യൻ. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എക്സിബിറ്റ് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. സോ ഇവിടെ അപ്പൊ നമുക്കുള്ളത് ശരിക്കും എന്താണ്? ടെക്നിക്കൽ മാർക്കാണ് ഉള്ളത്. സോ ബേസിക്കലി ഈ തിയറി എവിടെ നിന്ന് വന്നേക്കുന്ന? ടെക്നിക്കൽ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചതായിരുന്നു ഈ ടെക്നിക്കൽ ആർട്ടിക്കിൾ. ഏതായത് നത്തിങ് ബട്ട് ദ ഡാറ്റ അനലിറ്റിക്സ്. ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. സോ ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഡാറ്റ അനലിറ്റിക്സ്. ഓർമ്മയുണ്ടോ? ടെക്നിക്കൽ ആർട്ടിക്കിൾ എല്ലാവരും അറ്റൻഡ് ചെയ്തായിരുന്നോ? ഒന്ന് പറയോ. ഡിസ്കഷൻ വീഡിയോ കണ്ടിരുന്നു എല്ലാവരും? ഓക്കെ. എന്തൊക്കെയായിരുന്നു നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്? എന്തൊക്കെയായിരിക്കും? ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ പറഞ്ഞിരുന്നു അവിടെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അവിടെ വരാൻ പോകുന്ന ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ? ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. അവിടെ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെ ഒരു ഇഷ്യൂ മാറുന്നത്? കാരണം ക്ലയന്റ് എന്ത് ചെയ്യാ? പറഞ്ഞടാ. ക്ലയന്റിന്റെ ഡാറ്റയാണ് നമ്മൾ ഈ ഡാറ്റ അനലിറ്റിക്സിലേക്ക് ഇടുന്നത്. അപ്പൊ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മൊത്തം പ്രശ്നം. എക്സാക്ട്ലി. അവിടെ നമ്മൾ പറയുന്നൊരു കാര്യമായിരുന്നു കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി ഡാറ്റ പ്രൊവൈഡഡ് ബൈ ദ ക്ലയന്റ്. നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ക്ലയന്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഡാറ്റ അനലിറ്റിക്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ അനലിറ്റിക്സ് ടൂൾ എന്താണോ അതിൻ്റെ അകത്ത് ആദ്യം ഒരു കൺട്രോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും? ക്ലയന്റിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് അവിടെ ലോസ് ഉണ്ടാവാം. സോ അത് കാരണം കൊണ്ട് അവിടെ ഡാറ്റ അനലിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യും. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കുറേ ഈസി പോയിന്റ്സ് ഉണ്ട്. ഓവർ റിലയൻസ്. ഡാറ്റ അനലിറ്റിക്സ്. ഓക്കെ. അവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ ഇൻഫർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചിലപ്പോൾ വേഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ റിസൾട്ടും വേഗ് ആയിരിക്കും. ഡാറ്റ അനലിറ്റിക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് ഡാറ്റയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ടാവുക. സോ ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് റിലയബിൾ സോഴ്സിലുള്ള ക്ലയന്റ് ഡാറ്റ അല്ല നമ്മൾ എടുത്തേക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? വേഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഔട്ട്പുട്ട് എന്തുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും? ട്രഡീഷണൽ ഓഡിറ്റ് ഔട്ട്പുട്ട്സുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ചെക്കിംഗ് നടത്തണം. സോ ഇറ്റ് വിൽ കോസ്റ്റ് എക്സ്ട്രാ എമൗണ്ട് ആസ് വെൽ ആസ് ടൈം. പിന്നെ വേറെന്തായിരുന്നു? ഡോക്യുമെന്റേഷൻ പറഞ്ഞു. എന്തായിരുന്നു? ഡോക്യുമെന്റേഷൻ നമ്മൾ സാധാരണ ചെയ്യണ മാതിരി തന്നെ ചെയ്യണം. പക്ഷെ അവര് ചിലപ്പോ അത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ. ഓക്കെ. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ ഓഡിറ്റ് ഫയൽ ചിലപ്പോ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മളിങ്ങനെ ആയിരിക്കും പറയാം. ആസ് പെർ ISA 230 നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ അകത്ത്. നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ഓരോന്നും ഡോക്യുമെന്റ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. സോ ഇൻ കേസ് എങ്ങാനും നമ്മൾ
ഫോം ചെയ്യുന്ന സമയത്ത്, ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസസ് ഡേറ്റ അനലിറ്റിക്സ് ടൂൾസിനെ ബേസ് ചെയ്ത് ഒപ്റ്റൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇൻകറക്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആയിരിക്കും റീച്ച് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ബേസിക് ആയിട്ടുള്ള വേറെ എന്താ വരിക? ഡേറ്റ അനലിറ്റിക്സ് ഓഡിറ്റിൽ യൂസ് ചെയ്യുന്നുള്ള ചലഞ്ച് എന്താ? മെയിൻ ചലഞ്ച് എന്താ? മോസ്റ്റ് സിമ്പിൾ ആൻഡ് ബേസിക് ചലഞ്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ? ടെക്നിക്കൽ നോളജ് ഫോർ ദ ഓഡിറ്റ് ടീം മെമ്പേഴ്സ് വേണ്ടേ? അല്ലേ? അതായത് ഓഡിറ്റ് ടീമിന്റെ മെമ്പേഴ്സിന് എല്ലാവർക്കും എന്തുണ്ടാവണം? ഡേറ്റ അനലിറ്റിക്സ് ടെക്നിക്സ് യൂസ് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാവണം. സോ ഇൻ കേസ് എങ്ങാനും ഓഡിറ്റ് ടീം മെമ്പേഴ്സിന് ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരത് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഓട്ടോമാറ്റിക്കലി ഇൻകറക്റ്റ് കൺക്ലൂഷൻസ് റീച്ച് ചെയ്യും. ബട്ട് ഇൻ കേസ് എങ്ങാനും ഓഡിറ്റ് ഫേമിന് എക്സ്പെർട്ടൈസ് ക്ലയന്റിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ എന്താവും? സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് ഓഡിറ്റിന് ഇൻക്രീസ് ആവും ഡ്യൂ ടു ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ് ഫോർ ദ ഓഡിറ്റ് ടീം മെമ്പേഴ്സ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വേറെ സിമ്പിൾ പോയിന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ക്ലയന്റ് എല്ലാവരും ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് ഓഡിറ്ററിനെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലയന്റിന് എപ്പോഴും കൺസേൺ ഉണ്ടാവും ക്ലയന്റിന്റെ ഹോൾ ഡേറ്റ, ബിഗ് ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എല്ലാ ക്ലയന്റും സപ്പോർട്ട് ചെയ്യില്ല ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട്, ഡേറ്റ കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. എല്ലാ ക്ലയന്റും എന്ത് ചെയ്യില്ല, ഡേറ്റ ഇവൻ ഇഫ് തന്നു കഴിഞ്ഞാലും നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആ ഡേറ്റ സപ്പോർട്ട് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡേറ്റ അനലിറ്റിക്സിന് അവിടെ ലിമിറ്റേഷൻസ് വരും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു പോസിബിലിറ്റി ഓഫ് ഹാവിങ് എക്സ്പെക്ടേഷൻ ഗ്യാപ്പ്. അവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യൂസേഴ്സിന് കോൺഫിഡൻസ് ലെവൽസ് കൂടും. അവർ വിചാരിക്കും നമ്മൾ കൂടുതൽ ഏരിയ ഓഫ് ഓഡിറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ബട്ട് ഇവിടെയും നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? റീസണബിൾ അഷൻസ് മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഡ്യൂ ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ബട്ട് ഓട്ടോമാറ്റിക്കലി എക്സ്പെക്ടേഷൻ ഗ്യാപ്പ് എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ആവും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം ഇത് ബ്രീഫായിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ മാക്സിമം 6 പോയിന്റ്സ്, ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ഒരു 4 പോയിന്റ്സ്. കാരണം മാക്സിമം നമുക്ക് എത്ര മാർക്കേ വരുള്ളൂ? 6 മാർക്സേ വരുള്ളൂ അവിടുന്ന്. അപ്പൊ എല്ലാവരും ആ ടെക്നിക്കൽ ആർട്ടിക്കിൾ വായിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ഓൺ വേർഡ്സ് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? വായിക്കണം എന്നില്ല, നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ലെക്ചർ അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വലിയ മാർക്കും ചോദിക്കും. എതടാ ഡയറക്റ്റ് തിയറീസ് ഒക്കെ വലിയ മാർക്കും ചോദിക്കും. മാക്സിമം അപ് ടു 6 മാർക്സ് ആണ്. ആൻഡ് ദാറ്റ് ടു അത് ചോദിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ. ചോദിച്ചാൽ അപ് ടു 6 മാർക്സിനാണ്. ആൻഡ് നോർമലി ചോദിച്ചു കഴിഞ്ഞാലും അത് വരാൻ പോകുന്ന എന്തിനാണ്? ടെക്നിക്കൽ ആർട്ടിക്കിൾ, കറണ്ട് ഇഷ്യൂസിന്റെ ഏരിയ എന്നാണ്. അതിനാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിന്റെ ഏരിയ എന്നായിരിക്കും. അപ്പോൾ ആ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിന്റെ ഏരിയ നല്ല രീതിയിൽ നോക്കി വെക്കുക. ഓക്കെ. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന് നമ്മൾ ചാപ്റ്റർ പ്ലസ് ആർട്ടിക്കിളിന്റെ ഏരിയ നോക്കിയില്ലേ? ആ ഏരിയ കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ SBRന്റെ അകത്തു നിന്നാണെങ്കിലും S1 S2 സ്റ്റാൻഡേർഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. Evaluate the quality management, ethical and professional issues raised by your review of the audit of Boarding Company and recommend the appropriate actions to be taken by the Burton & Co. Using the information in Exhibit 2 in relation to Frisia Company. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി മാനേജ്മെന്റ്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആക്ഷൻസ് എടുക്കേണ്ടതെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. സോ വി വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ എക്സിബിറ്റ് നമ്പർ 2. സോറി, എക്സിബിറ്റ് നമ്പർ ഏതായിരുന്നു? 1 അല്ലേ? എക്സിബിറ്റ് നമ്പർ 1 ആണ്. സോറി, എക്സിബിറ്റ് നമ്പർ 1 ആണ് ഇതിനെ ബേസ് ചെയ്തിട്ടായത്. സോ എക്സിബിറ്റ് നമ്പർ 1, പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ഓഫ് Boarding PLC. B Company is a listed company which provides IT services and it's a new client of Burton & Co. You have been identified the following matters in your post-issuance review of the audit of Boarding Company for the year ended 31st Jan 2015. Auditor's report was signed on 31st May 2015. The use of automated tools and technique, data analytics during the audit. B Company's audit committee was supportive of use of Burton & Company's
data analytics software during the audit. The audit plan stated that Burton and Co. would utilize firms' data analytics softwares to carry out testing over the completeness and accuracy of the boarding company's revenue. While reviewing the audit file, you notice that lot of working papers in relation to the procedures performed on revenue comprises only a printout from the data analytics software with the written conclusion appears reasonable at the bottom of each page. The audit assistant told you that neither they or the audit supervisor really understand what the firm's data analytics software does, but they followed directions in the instructions manual for audit testing and put results on the file as evidence. നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? സിമ്പിൾ സിനാരിയോ ആണ്. നമ്മളോട് പറഞ്ഞു ഈ ബോർഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്, ദാറ്റ് ടു നമ്മുടെ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആണ്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂവിന്റെ സമയത്ത് കുറേ മാറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ആൻഡ് അവർ നമ്മളോട് പറഞ്ഞു ഇയർ എൻഡ് ക്ലയന്റിന് 31st Jan ആയിരുന്നു, അവർ ഒരു 5 months കഴിഞ്ഞ് 31st May അവർ ഓഡിറ്റ് കൺക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞു, 4 months കഴിഞ്ഞ്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർ ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബി എന്ന് പറയുന്ന ക്ലയന്റിന്റെ ഓഡിറ്റ് കമ്മിറ്റി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നതിൽ. ആൻഡ് ഓഡിറ്റ് പ്ലാനിൻ്റെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും റവന്യൂവിന്റെ കംപ്ലീറ്റ്നെസ്സും ആക്യുറസിയും ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓഡിറ്റ് ഫയൽ റിവ്യൂ ചെയ്ത സമയത്ത് കാണുന്നത് എന്താ? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ ഈ പറയുന്ന റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല. പകരം ഇവർ കുറച്ച് എന്തൊക്കെയോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രിന്റ് ഔട്ട്സും കാര്യങ്ങളും എടുത്തിരുന്നു. അതിൻ്റെ അടിയിൽ അപ്പിയേഴ്സ് റീസണബിൾ എന്ന് പറഞ്ഞ് ചുമ്മാ പേപ്പറിൽ പെന്നുകൊണ്ട് എഴുതി വെച്ചിട്ട് മാത്രമാണ് ഉള്ളത്. ദെൻ ഓഡിറ്റ് അസിസ്റ്റന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഓഡിറ്റ് സൂപ്പർവൈസർ എന്ത് ചെയ്തിട്ടില്ല, ഓഡിറ്റ് സൂപ്പർവൈസറിനോ അല്ലെങ്കിൽ ഈ അസിസ്റ്റന്റുമാർക്ക് ആർക്കോ ഈ ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് വലിയ ഐഡിയ കിട്ടിയിട്ടില്ല. അവർ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഓഡിറ്റ് ടെസ്റ്റിങ്ങിന്റെ മാനുവൽ വായിച്ച് നോക്കിയിട്ട് അത് നോക്കിയിട്ട് ചെയ്തേ ഉള്ളൂ. അതിന്റെ റിസൾട്ട്സ് എന്തൊക്കെയോ കിട്ടി, അതൊക്കെ അവർ ചുമ്മാ എവിഡൻസ് ആയിട്ട് ഫയൽ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ദെൻ engagement quality control review. As boarding company is a listed client, engagement quality control review occurred before the audit reports were signed. The engagement quality control reviewer has raised concerns that insufficient evidence has been obtained and documented in relation to the opening balance and comparatives. They have recommended that the audit report was not signed until further procedure had been performed in this area. During the additional post-issuance review, you noted that the only evidence obtained with respect to the opening balance was to agree them to the prior year financial statement and to confirm that the previous auditor was a firm of chartered certified accountants. This has not been updated following the engagement quality control review and auditor's report, which included an unmodified opinion, was signed on 31st May 2015. The engagement quality control reviewer had also highlighted that audit strategy stated that a result of testing performed using data analytics software would be reviewed by member of Bruton and Company's specialized team of IT expert, but there was no evidence that this review had been occurred. You have since worked with the audit team to assure yourself that the financial statements do not contain material misstatement in relation to the opening balances and revenue. Okay. അപ്പോൾ നമ്മളോട് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്തൊക്കെയാണ് ഫെർദർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളോട് ഇവിടെ ഫെർദർ പറഞ്ഞേക്കാണ്, ബി കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ നടന്നായിരുന്നു. അപ്പം അത് നടന്നതിന് ശേഷമേ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ അന്ന് കുറച്ച് കൺസേൺസ് റേസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇവർ ഈ ഓപ്പണിംഗ് ബാലൻസും കമ്പാരിറ്റീവ്സ് ഒന്നും പ്രോപ്പർലി ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് ഫെർദർ പ്രൊസീജിയേഴ്സ് ചെയ്യാണ്ട് സൈൻ ചെയ്യരുതെന്ന് എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ പ്രീ ഇഷ്യൂൻസ് റിവ്യൂവിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്തു എന്ന് പറയാണ്. ഓഡിറ്റ് എവിഡൻസ് ഇവർ ഓപ്പണിംഗ് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ആകെ ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത് എന്ത് മാത്രമാണ്? കറണ്ട് ഇയറിന്റെ ഓപ്പണിംഗ് ബാലൻസ് പ്രീവിയസ് ഇയർ ക്ലോസിംഗ് ബാലൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി, കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റർ ഒരു ACC ആയിരുന്നു എന്ന് നോക്കി. ദെൻ അവർ പറയാണ് വേറെ ഇവർ യാതൊരു തരത്തിലുള്ള പ്രൊസീജിയേഴ്സും പെർഫോം ചെയ്യാണ്ട് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ എഴുതി സൈൻ ചെയ്ത് കൊടുത്തു. ഈ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ പ്രീവിയസ് ഇയറിലെ മറ്റൊരു കാര്യം കൂടെ ഹൈലൈറ്റ് ചെയ്തു എന്ന് പറയാം. അതായത് ഇവർ ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. അപ്പം അതുകൊണ്ട് അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്
നമ്മുടെ ഒരു IT എക്സ്പെർട്ട് ടീം, ഫേമിൻ്റെ അകത്ത് തന്നെയുള്ള IT എക്സ്പെർട്ട് ടീം റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ റിവ്യൂവും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ്, ഇവിടെ നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് അല്ലെ കമ്പാരിറ്റീവ്സ് അല്ലെ റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും അവിടെ അപ്പിയർ ചെയ്യുന്നതെന്നുള്ളതും കൺഫേം ചെയ്യേണ്ടിയിരുന്നു. അതും അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടില്ല. അപ്പോൾ പറയാം എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത്. എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത്? ഇത്രയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി കൺട്രോളിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വേറെ യാതൊരു തരത്തിലുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് എ മൊമെന്റ്. ഓക്കെ, നോക്കേ, ഇവിടെ നമ്മളോട് പാർട്ട് ബി നമ്മളോട് എങ്ങനെ അവർ യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നോക്കി. ആസ് യു ഡ്രാഫ്റ്റ് ദ ആൻസേഴ്സ് ടു പാർട്ട് ബി, ensure that you read the scenario fully. Note that data analytics tools is owned by the audit firm and not the client. Focus on the discussion of how its overviews can undermine evidence gathering. Ensure that address the recommendation aspect and suggesting appropriate remedial actions for the issue, such as inadequate supervision, documentation of changes to the audit strategy. അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാർട്ട് ബിയുടെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇവിടെ നമ്മൾ സിനാരിയോ കെയർഫുള്ളി വായിക്കുക. എന്നിട്ട് നമ്മൾ നോക്കണം ഇവിടെ ഓവർവ്യൂസ് ഓഫ് ഓഡിറ്റ് ടൂൾസ് ഇവർ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നതിൻ്റെ അകത്തുള്ള ഇഷ്യൂസ് എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് റെക്കമെൻഡേഷനും റെമഡിയൽ ആക്ഷൻസും കൊടുക്കാനായിട്ടുള്ളത്, സൂപ്പർവിഷനോ കാര്യങ്ങളൊന്നും പ്രോപ്പർലി നടക്കാത്തതിനെക്കുറിച്ച് കൊടുക്കാനുള്ളത്, അതേക്കുറിച്ചും പറയാം. സോ നത്തിങ് എൽസ്. അപ്പോൾ പറയും എന്തൊക്കെയാണ് ആസ് ഓഫ് നൗ നമുക്കിവിടെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാടാ ഇവിടെയുള്ള ഇഷ്യൂസ്? എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിന്റെ കേസ് സബ്സിക്വന്റ്ലി നമുക്ക് പറയാം. പ്രൈമറി ആയിട്ടുള്ളത് എന്ത് തന്നെയാണ്? യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ് തന്നെയാണ്. ഇവിടെ യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ടൂൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത്? Lack of knowledge, data analytics. ഓക്കെ, ലാക്ക് ഓഫ് നോളജ് റിലേറ്റിംഗ് ടു ഡാറ്റ അനലിറ്റിക്സ്. അവിടെ എന്താ പറയണ്ടേ? പറയൂ. ലാക്ക് ഓഫ് നോളജ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഡാറ്റ അനലിറ്റിക്സ് വെച്ചെടുത്തിരിക്കുന്ന എവിഡൻസ് ഒന്നും സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ലല്ലോ. അപ്രോപ്രിയേറ്റ് ആയിരിക്കത്തില്ല. ഫൈൻ. അത് ഒറ്റ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കഴിഞ്ഞു പോയില്ല. നമുക്ക് 2-3 സെന്റൻസ് വരെ പോകണം. എന്തൊക്കെ പറയുള്ളത്? ഇത് ആരൊക്കെ ഇത് ചെയ്തേക്കുന്ന ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ് ആരൊക്കെ ഇപ്പൊ യൂസ് ചെയ്തേക്കുന്നത്? ഇൻഡയറക്ട്ലി അവിടുത്തെ എവിടെ ആണല്ലോ. നമ്മളോട് ആരാ നമ്മളെ അടുത്ത് ഈ കഥ പറഞ്ഞു? ഇവിടുത്തെ ഭാഗം ഓഡിറ്റ് അസിസ്റ്റന്റ് പറയാണ്, എനിക്കും എന്നെ സൂപ്പർവൈസ് ചെയ്യാൻ വന്ന ആൾക്കും ഈ ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിച്ചിട്ട് ചെയ്യുക ചെയ്ത്, എന്നിട്ട് എവിഡൻസ് ഫയലിൽ നോട്ട് ചെയ്യുക ചെയ്തെന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറയാം? ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന എന്താണ്? ഹൈലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തിനുള്ള ഇഷ്യൂസ് ഉണ്ടാവും? പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ഇൻ യൂസിങ് ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ് വിൽ ബി വെരി ഹൈ, ഡ്യൂ ടു വിച്ച് അവർ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് ഇവൻ ഇഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്ത് ഒബ്റ്റൈൻ ചെയ്ത എവിഡൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് പ്രോപ്പർ നോളജ് ഇല്ല. സോ അവർ എന്ത് ചെയ്തിട്ടില്ല? ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ പ്രോപ്പർലി ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഇല്ലാതെ ആയിരിക്കും അവർ കൺക്ലൂഷൻ റീച്ച് ചെയ്തിട്ടുണ്ടാവുക, വിച്ച് മേ റിസൾട്ട് ഇൻ പ്രൊവൈഡിങ് എൻ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് പറയാ? ലാക്ക് ഓഫ് കോമ്പീറ്റൻസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പറയാ the data analytics procedures are being performed by the audit assistant and reviewed by the audit supervisors, but the audit assistant has already informed us that they lack knowledge in data analytics software and they have just followed the instructions provided in the manual for audit testing. Therefore, there can be chances that they might not have performed the data analytics procedures appropriately. And in addition to that, even if they have performed the procedures, they have clearly indicated that the results on the file is not appropriately noted. As per ISA 230 audit documentation, proper audit documentation should be recorded about the audit procedures performed, audit evidences obtained, and conclusions reached. Since both of them are not having proper understanding about the documentation requirement, there can be chances that they might have formed inappropriate opinion due to the lack of audit evidence. Clear ayo?
ഓക്കെ, ഇനി അടുത്ത ഇഷ്യൂ എന്താ? അടുത്ത ഇഷ്യൂ എന്താ? അടുത്ത ഇഷ്യൂടെ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്ക് ഡയറക്ട്ലി പിക്ക് ചെയ്യാലോ. ഒരു റവന്യൂ ഓഡിറ്റ് അല്ലേ? റവന്യൂ ഓഡിറ്റ് ഓഫ് റവന്യൂ. ഓഡിറ്റ് ഓഫ് റവന്യൂന്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാ പറയാൻ പറ്റുക? അത് ചെയ്യുമെന്ന് പറഞ്ഞത് ആ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്യുമെന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, എന്താ അവർ ചെയ്യേണ്ടിയിരുന്നത്? ടെസ്റ്റിംഗ് അവർ കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി ഓക്കെ, ഓഫ് റവന്യൂ. അവിടെ അവരെന്താ ചെയ്തേക്കുന്ന ആകെ? നമ്മളോട് പറഞ്ഞ എന്താ? ഡേറ്റ അവിടെ അനലിറ്റിക്സ് ടൂൾസ് മാത്രം അവർ യൂസ് ചെയ്തു. അനലിറ്റിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എടുത്ത പേപ്പേഴ്സിന്റെ പ്രിന്റ് ഔട്ടിന് മേലെ അവർ അപ്പിയേഴ്സ് റീസണബിൾ എന്ന് മാത്രം എഴുതി വെച്ചു. ശരിയല്ലേ? yes, ഓക്കെ, നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് പ്രൊസീജിയേഴ്സ് മാത്രമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ് എന്ന് പറയുന്നത്, അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചെയ്യുന്ന, ഇൻ അഡീഷൻ ടു ദ നോർമൽ സെറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അസേർഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഓഡിറ്റിന് പുറമെ അഡീഷണലി ചെയ്യുന്നതാണ് എന്ത്? യൂസ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ്. ശരിയല്ലേ? സോ നോർമലി നമ്മൾ ചെയ്യാറുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടാവണം. പക്ഷേ എടാ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ? അവരാകെ ചെയ്തേക്കുന്ന ഡേറ്റ അനലിറ്റിക്സിന്റെ അകത്തുനിന്നുള്ള പ്രിന്റ് ഔട്ട്സ് മാത്രമാണ് എടുത്തേക്കുന്നത്, വിച്ച് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ് ആൻഡ് വിച്ച് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് they haven't obtained any evidence in relation to the completeness and accuracy of the revenue. Clear ആയോ? yes. ഓക്കെ, പിന്നെ വേറെന്താ ഇഷ്യൂ അവിടെ? വേറെന്താ? വേറെന്താ ഇഷ്യൂ? വേറെന്താ ഇഷ്യൂ എന്നുള്ള പറ. ബാക്കിയുള്ള അസോർഷൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ പറ്റത്തില്ല. ഓക്കെ, ഓഡിറ്റ് പ്ലാനിന്റെ അകത്ത് അവർ മെയിൻലി പറയുന്ന എന്തിനെ കുറിച്ച് മാത്രമാണ്? കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി കൺഫേം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ്. ആൻഡ് ബാക്കിയുള്ള അസേർഷൻസിന് മേലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ടാവണം അണ്ടർ ദ ട്രഡീഷണൽ ഓഡിറ്റ് മെത്തേഡ്സ്. അവിടെ അവർ വേറൊരു തരത്തിലുള്ള പ്രൊസീജിയേഴ്സും പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റവന്യൂ റിലേറ്റഡ് എവിഡൻസ് കൺക്ലൂസീവ് അല്ല എന്ന് പറയാം. പിന്നെ അടുത്ത കേസ് എന്താ? അടുത്തത് നമ്മളോട് പറഞ്ഞേക്കുന്ന ഓപ്പണിംഗ് ബാലൻസസിന്റെ കേസാ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് അപ്രോപ്രിയറ്റ്ലി ടെസ്റ്റഡ് ആണോ? അല്ല. അല്ല. അവിടെ എന്താ പറയാൻ പറ്റുന്നത്? ഓപ്പണിംഗ് ബാലൻസ് അപ്രോപ്രിയറ്റ്ലി ടെസ്റ്റഡ് അല്ല. അവിടെ എന്താ പറയാൻ പറ്റുക? ഓപ്പണിംഗ് ബാലൻസിന്റെ ഇഷ്യൂ എന്താ ഇവിടെ? പ്രീവിയസ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് മാത്രം ആ. മാച്ച് ചെയ്ത് ചെക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ പിന്നെ മെയിൻ പ്രോബ്ലം എന്താ? അവരാകെ ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ആളെ ACC ആണെന്ന് മാത്രമാണ് നോക്കിയേക്കുന്നത്. ശരിയല്ലേ? Yes, yes. ഇവിടെ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി ഹൈ ആണോ ലോ ആണോ? ലോ ഹൈ ആണ്, കാരണം ന്യൂ പ്ലാന്റ് ആയതുകൊണ്ട്. എക്സാക്ട്ലി, ദാറ്റ്സ് എ മെയിൻ പോയിന്റ് ഹിയർ. കാരണം നമ്മളോട് ഇവിടെ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ ന്യൂ ഓഡിറ്റ് ക്ലൈന്റ് ഫോർ ദ ഫേം. ഇൻ അഡീഷൻ ടു ദാറ്റ് അവർ നമ്മളോട് പറയുന്നുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ക്ലൈന്റിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ലിസ്റ്റഡ് എൻറ്റിറ്റി. സോ ഒരു ലിസ്റ്റഡ് ക്ലൈന്റ് ആണ്, ന്യൂ ഓഡിറ്റ് ക്ലൈന്റ് ആണ്. സോ ദ ഓഡിറ്റ് ഫേം ഈസ് നോട്ട് ഫെമിലിയർ വിത്ത് ദ പ്രീവിയസ് ഇയർ ക്ലോസിംഗ് ബാലൻസ്. ശരിയല്ലേ? സോ Yes. അപ്രോപ്രിയറ്റ്ലി ആ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊസീജിയർ. AA നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ന്യൂ ക്ലൈന്റ് ആവുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ പ്രീവിയസ് ഇയറിലെ അക്കൗണ്ടിങ് പോളിസീസും എസ്റ്റിമേറ്റ്സും എല്ലാം അവർ എന്ത് ചെയ്തിട്ടുണ്ടോ നോക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ പെർഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ പ്രോപ്പർ എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തിട്ടില്ല റിഗാർഡിംഗ് ദ ഓപ്പണിംഗ് ബാലൻസ്. There can be chances that the opening balance of the entity might be misstated. Clear ആയോ? Is that clear everyone? Yes. Yes, sir. അവിടെ കോമ്പറ്റൻസിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഏതാടാ? ഓഡിറ്റർക്ക് കോമ്പറ്റൻസ് അത് ഇല്ലാത്തതുകൊണ്ടാണ് അതെന്ത് ചെയ്യണം എന്നറിയോ? അത് നമ്മൾ സൂപ്പർവിഷണൽ റിവ്യൂ പറഞ്ഞതിന് ശേഷം ഒറ്റ പോയിന്റ് ആയിട്ട് എടുത്തിട്ട് എല്ലായിടത്തെയും കോമ്പറ്റൻസ്, ലാക്ക് ഓഫ് കോമ്പറ്റൻസിനെ കുറിച്ച് പറഞ്ഞാൽ മതി, കമ്പൈൻ ചെയ്ത്. ഓക്കെ, അല്ല നമ്മൾ വീണ്ടും വീണ്ടും സെയിം പോയിന്റ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്തത് നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്തെന്താ? ആ പാരഗ്രാഫ് വൈസ് പോയിക്കോ, അപ്പോൾ എളുപ്പമാ. അടുത്തെന്താ? പ്രീ ഇഷ്വൻസ് റിവ്യൂ അപ്രോപ്രിയറ്റ്ലി ക്യാരിഡ് ഔട്ട് ആണോ? പ്രീ ഇഷ്വൻസ് റിവ്യൂ, അതായത് പ്രീ ഇഷ്വൻസ് റിവ്യൂ പ്രോപ്പർലി ഇങ്ങനെ പറഞ്ഞാൽ സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ഓഫ് വർക്ക് അപ്രോപ്രിയറ്റ്ലി ക്യാരിഡ് ഔട്ട് ആണോ? ചെയ്തിട്ടില്ല.
പ്രീ ഇഷ്വൻസ് റിവ്യൂവും അതേപോലെ തന്നെ സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ഓഫ് വർക്കും അപ്രോപ്രിയറ്റ്ലി ക്യാരിഡ് ഔട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ അഡീഷണൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാണ്ട് ഓഡിറ്റർ അവിടെ റിപ്പോർട്ട് സൈൻ ചെയ്യായിരുന്നോ? ഇല്ല. ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറഞ്ഞൂടെ റിവ്യൂ ഓഫ് ദി വർക്ക് അപ്രോപ്രിയറ്റ്ലി ക്യാരിഡ് ഔട്ട് അല്ലാന്ന്? കാരണം നമ്മളോട് ഇവിടെ പറഞ്ഞ എന്താ, നമ്മൾ പോസ്റ്റ് ഇഷ്വൻസ് റിവ്യൂ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ പ്രീവിയസ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാണ്ടാണ് അവർ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത്. സെയിം as ദാറ്റ് ഈ സ്പെഷ്യലൈസ്ഡ് IT എക്സ്പേർട്ടിന്റെ ടീം മെമ്പേഴ്സ് വർക്ക് റിവ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളത്. So it is showing the evidence that the pre-issuance review, which means the supervision and review of the work, is not being appropriately carried out. Clear ആയോ? Yes. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് സിംഗിൾ പോയിന്റ് ആയിട്ട് എഴുതാം. സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് നിങ്ങൾ പറയാം ദ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ വാസ് നോട്ട് ക്യാരിഡ് ഔട്ട് അപ്രോപ്രിയറ്റ്ലി. Especially the engagement quality control review has identified the misstatements in relation to the audit of opening balances, and the work of the audit junior and audit supervisor in relation to the data analytics was not being reviewed by the IT expert. Therefore, the supervision and review of the work is not appropriately carried out, as the audit report was signed by the engagement partner immediately following the review without making amendments to the audit plan. Therefore, the work is not appropriately supervised and reviewed എന്ന് പറഞ്ഞിട്ടുള്ള ബേസിസിൽ കൺക്ലൂഡ് ചെയ്യുക. ഇനി അടുത്ത ഇഷ്യൂ എന്താ പറയാൻ പറ്റുക നിങ്ങൾക്ക്? അടുത്ത ഇഷ്യൂ എന്താ? ഇവിടെ നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇവിടെ IT എക്സ്പേർട്ടിന്റെ വർക്കിന്റെ കാര്യം നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞൂടെ? ഓക്കെ, അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താ? അതൊന്നെങ്കിൽ ആ സൂപ്പർവിഷൻ റിവ്യൂവിൻ്റെ അകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ മതി, അല്ലെ ഡേറ്റ അനലിറ്റിക്സിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞാലും മതി. അവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഈച്ച് ഓഫ് ദി ഡേറ്റ അനലിറ്റിക്സ് procedures carried out by the engagement team should be reviewed by an expert panel. Burton & Co has a specialized team of IT expert who was required to review the data analytics software and procedures performed by the engagement team. However, there are no evidences that this review has been carried out. Therefore, there can be chances that any errors which have already been occurred while using the data analytics software will remain uncorrected, and the evidence relating to the revenue obtained through data analytics procedures will be insufficient to form appropriate conclusion, resulting in incorrect opinion being expressed on the financial statements. Clear ആയോ? ഓക്കെ. എടാ, ഇവിടെ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ഈ കേസിൽ? പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. ഓക്കെ, പ്രൊഫഷണൽ കോമ്പീറ്റൻസ് നിങ്ങൾക്ക് പറയാം. ഓക്കെ, പ്രൊഫഷണൽ കോമ്പീറ്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുന്നത്? ലാക്ക് ഓഫ് നോളജ് ഓൺ ഡാറ്റ അനലിറ്റിക്സ്. പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ലാക്ക് ഓഫ് കോമ്പീറ്റൻസ് ഇൻ ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ് ഉണ്ട്. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുന്നത്? ഇവിടെ വേറെ ലാക്ക് ഓഫ് കോമ്പീറ്റൻസ് ഉള്ള എവിടെയാ? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അവർ റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല. ദെൻ ഒരു ലിസ്റ്റഡ് ക്ലൈന്റ് ആണ്, ന്യൂലി ഓഡിറ്റ് ക്ലൈന്റ് ആണ്, എന്നിട്ട് അവർ എന്ത് ചെയ്തിട്ടില്ല? ഓപ്പണിംഗ് ബാലൻസിന്റെ ടെസ്റ്റിംഗ് അപ്രോപ്രിയേറ്റ്ലി ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം എന്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് പറയാം? ലാക്ക് ഓഫ് കോമ്പറ്റൻസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓഡിറ്റ് ടീം ലാക്ക് അപ്രോപ്രിയേറ്റ് കോമ്പറ്റൻസ് എന്നുള്ള പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതൊരു സിംഗിൾ പോയിന്റ് ആയിട്ട് കൊടുക്കുക, ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പറ്റൻസ്. ആദ്യം നമ്മൾ പറഞ്ഞ് ഡാറ്റ അനലിറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ പറയാം കേട്ടോ. ലാക്ക് ഓഫ് കോമ്പറ്റൻസ് റിലേറ്റിംഗ് ടു ഡാറ്റ അനലിറ്റിക്സ്. ഇവിടെ നമ്മൾ എന്ത് പറയാം? ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് പറയാം the audit engagement team lacks professional competence, especially considering the audit of data analytics audit procedures were not appropriately carried out. In addition to that, the audit of revenue is also not appropriately treated by the engagement team members, as sufficient appropriate evidence is not obtained. Even considering the opening balance and comparatives of the Burton company, it's already a listed entity and a new audit client. But even though the procedures were appropriately suggested by the engagement quality control reviewer, the engagement partner have not carried out additional procedures, which shows the lack of competence. ഇനി വേറെ ഏതെങ്കിലും എത്തിക്കൽ ഇഷ്യൂ ഉണ്ടോ ഇവിടെ? സോറി, പ്രൊഫഷണൽ ഇഷ്യൂ ഉണ്ടോ ഇവിടെ? ത്രെട്ട് ഒന്നുമില്ല. പ്രൊഫഷണൽ ഇഷ്യൂ ഉണ്ടോ? ഈ ലാസ്റ്റ് സെന്റൻസ് സെൽഫ് റിവ്യൂ ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ അഷുറൻസ് കൊടുത്തിട്ട് മിസ്റ്റേക്ക് ഇല്ല എന്ന് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നു. ഇല്ലടാ, നമ്മൾ ഇത് എപ്പോഴാണ് ചെയ്യുന്നത്? നമ്മൾ ഓഡിറ്റ് കഴിയുന്ന മൊമെന്റിലല്ലേ ജോയിൻ ചെയ്യുന്നത്.
ഓക്കെ, നമ്മളെ റിവ്യൂവർ നമ്മളോട് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അപ്പൊ നമ്മൾ തന്നെ സെൽഫ് റിവ്യൂ ഉണ്ടാക്കുന്ന അവിടെ നമ്മൾ പറയൂല. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഓഡിറ്റർ അല്ല, നമ്മൾ റിവ്യൂറാ. ഓക്കെ, പിന്നെ വേറെ ഏതാ പ്രൊഫഷണൽ ഇഷ്യൂ? ഒറ്റ പ്രൊഫഷണൽ ഇഷ്യൂ കൂടി. ഏതൊക്കെ പ്രൊഫഷണൽ ഇഷ്യൂസ് പഠിച്ചിട്ടുള്ളത്? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂട്ടി, പ്രൊഫഷണൽ ബിഹേവിയർ. അപ്പം പ്രൊഫഷണൽ ബിഹേവിയറിന് അഗനിസ്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രൊഫഷണൽ കോമ്പറ്റൻസ് നമ്മൾ പറഞ്ഞു. കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ഇൻഡയറക്ട്ലി മേലെ നമ്മൾ മെൻഷൻ ചെയ്തു പോയി. അത് നമ്മുടെ പ്രൊഫഷണൽ ഇഷ്യൂ ആയിട്ടല്ല, ഡാറ്റ അനലിറ്റിക്സിന്റെ ലിമിറ്റേഷൻസിന്റെ കൂടുതലാണ് നമ്മൾ മേലെ പറഞ്ഞത്. അതിവിടെ നമ്മൾ പറയണമെന്നില്ല. വേറെ ഏതാ മെയിൻ ഇഷ്യൂ ഉള്ളത്? ഈസ് ദർ സംതിങ് വിച്ച് അഫക്ട്സ് ദ മാനേജീരിയൽ ത്രെഡ് ഇന്റഗ്രിറ്റി ഓഫ് വരും. ദി ഓഡിറ്റർ? ഓഡിറ്ററിന്റെ ഇന്റഗ്രിറ്റിനെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഓഡിറ്റർ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന എന്തെങ്കിലും കേസ് ഉണ്ടോ? ഉണ്ടോ? പറയൂ. ഈ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ല. എക്സാക്ട്ലി, അല്ലേ? ഓഡിറ്റർ ലാക്സ് ദി ഇന്റഗ്രിറ്റി as he is performing audit in not a straightforward and honest manner. കാരണം എന്താ? എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ സജസ്റ്റ് ചെയ്തായിരുന്നു അപ്രോപ്രിയേറ്റ് ചേഞ്ചസ്. ഇന്റൻഷനലി ഓഡിറ്റർ എന്ത് ചെയ്യാണ്? കറക്ഷൻസ് നടത്താണ്ട് മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതങ്ങനെ റീറ്റെയിൻ ചെയ്തിട്ടാണ് റിപ്പോർട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ ഓഡിറ്റർ നോ ദാറ്റ് ദ ഓഡിറ്റർ ഹാവ് എക്സ്പ്രസ്ഡ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്നിട്ട് ഓഡിറ്റർ കറക്ഷൻസ് നടത്താണ്ടാണ് കൊടുക്കുന്നത്. സോ വിച്ച് ഷോസ് ദ ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി ഓഫ് ദി ഓഡിറ്റർ. ക്ലിയർ ആയോ? ഓക്കെ, Yes. അപ്പൊ ഇത്രയായിരിക്കും നമുക്ക് അവിടെ പറയാനായിട്ടുണ്ടാവുന്ന പോയിന്റ്സ് എന്ന് പറയാം. പ്രോപ്പർലി ക്ലിയർ ആയോ എല്ലാവർക്കും? ഇസ് എ ക്ലിയർ എവരിവൺ? Yes. ഓക്കെ, അപ്പം നമ്മുടെ ബാക്കിലെ ആൻസർ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. സോറി, നമ്മുടെ ആൻസർ കഴിഞ്ഞില്ല ബൈ ദ വേ. നമുക്ക് എന്തൊക്കെയായിരുന്നു സേഫ് ഗാർഡ്സ് എടുക്കാനായിട്ടുള്ളതെന്ന്? സേഫ് ഗാർഡ്സ് എടുക്കണ്ടേ? സേഫ് ഗാർഡ്സ് പറഞ്ഞില്ലല്ലോ, നമ്മളോട് ചോദിച്ചല്ലോ കറക്റ്റീവ് ആക്ഷൻസ് എന്തൊക്കെയാണ്. കറക്റ്റീവ് ആക്ഷൻസ് എന്തൊക്കെയാണ് എടുക്കാൻ പറ്റുക? 1 by 1 ഓരോന്നോരോന്ന് പറഞ്ഞേ. അപ്പം ലാക്ക് ഓഫ് നോളജ് ഉണ്ട്, ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ ആയിട്ട് റിലേറ്റ് ചെയ്ത് ലാക്ക് ഓഫ് കോമ്പറ്റൻസ്. അവിടെ നമുക്ക് എന്താ കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുക? ആക്ഷൻസ് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ മതി. എന്തൊക്കെയായിരിക്കും? ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പറയാം ദ ബ്രൂട്ടർ ആൻഡ് കമ്പനി ഷുഡ് കൺസിഡർ പ്രൊവൈഡിങ് ട്രെയിനിങ് ഓൺ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് data analytics tools to all the engagement team members before continuing with the next engagement. പിന്നെ അടുത്തെന്തായിരിക്കും? വേറെന്താ? വേറെന്തൊക്കെ നമ്മൾ ഇഷ്യൂ പറഞ്ഞ്? ക്വാളിറ്റി കൺട്രോൾ റിക്വയർമെന്റ്സ് പ്രോപ്പർലി നടന്നിട്ടുണ്ടോ? ഇവിടെ എൻഗേജ്മെന്റ് ക്വാളിറ്റി റിവ്യൂസ് പ്രോപ്പർലി നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും? എക്സ്പേർട്ടിനെ കൊണ്ട് എക്സ്റ്റേണൽ റിവ്യൂ. ഇല്ല, അതാണ് നമ്മള്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്തായിരിക്കണം പറയേണ്ടത്? മസ്റ്റായിട്ടും എൻഗേജ്മെന്റിന്റെ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവും അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിന് ശേഷമുള്ള ഇംപ്ലിമെന്റേഷൻ ഓഫ് കറക്റ്റീവ് ആക്ഷൻസും ഫോളോ അപ്പ് ചെയ്ത് പോകണം എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്ത് പറയാ? സ്ട്രിക്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഓൺ ദ implementation of suggestions provided by the quality control reviewer and audit report should be signed only after making all necessary corrections. Clear ആയോ? ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? IT എക്സ്പേർട്ടിന്റെ വർക്ക് ഇവർ യൂസ് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കറക്റ്റീവ് ആക്ഷൻ എന്തായിരിക്കണം? നമ്മൾ എന്ത് പറയാ? ഓൾ ഡാറ്റ അനലിറ്റിക്സ് പ്രൊസീജിയേഴ്സ് പെർഫോം ബൈ ദ engagement team members should be subject to review of the specialized team of IT experts in Bruton & Co. Clear ആയോ? Is that clear everyone? Yes. Okay, fine. പിന്നെ അതേപോലെ തന്നെ എൻഗേജ്മെന്റ് മാനേജറും അതേപോലെ തന്നെ പർട്ടിക്കുലർ പേഴ്സൺ എന്ത് ചെയ്യുന്നു പറഞ്ഞു? എൻഗേജ്മെന്റ് പാർട്ണറും മാനേജറും ആൻഡ് മെയിൻലി പാർട്ണർ ഡിസോണസ്റ്റ് ആയിട്ട് പെരുമാറി എന്ന് പറഞ്ഞു. അയാൾക്ക് എന്തിനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാനും പറയാം, എത്തിക്സിനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാനും പറയാം, ജനറൽ ആയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നിങ്ങളുടെ ബാക്കിലെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോരോ സെപ്പറേറ്റ് പോയിന്റ്സ് ആയിട്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞ്. അവരങ്ങനെ ഒരു സ്പ്ലിറ്റ് കൊടുത്തിട്ടില്ല. പകരം അവരെന്ത് ചെയ്തിട്ടുള്ളൂ? ജനറൽ ആയിട്ട് ആദ്യമേ കൺസിസ്റ്റൻസി ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതി. പിന്നെ അവർ യൂസ് ഓഫ് ഇതല്ലേ, ഇത് ഫസ്റ്റിന്റെ ആൻസർ ആണല്ലോ. സെക്കൻഡ് വൺ,
നിങ്ങളോട് അവർ യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ഡ്യൂറിങ് ദ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഡാറ്റ അനലിറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും അവർ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റയടിക്കാണ് കൊടുത്തത്. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും അവർ ഒറ്റയടിക്കാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ആൻസർ എഴുതിയിട്ട് അത് നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ ബാക്കിൽ ഈ ആൻസേഴ്സ് നോക്കിയാൽ മതി. അതായത് നമ്മുടെ ആ ബ്രേക്ക് ഡൗൺ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ന്യൂ ക്ലയന്റ് ആണ്, ഇൻക്രീസ്ഡ് റിസ്ക് ഉണ്ട്, ലോട്ട് ഓഫ് വർക്ക് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽഡ് പ്രൊസീജിയേഴ്സ് ചെയ്യണം, അതൊന്നും ചെയ്തിട്ടില്ല. ഡാറ്റ അനലിറ്റിക്സ് ഓഡിറ്റ് എവിഡൻസ് ഗ്യാദർ ചെയ്യുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ് റവന്യൂവിന് മേലെ ഉള്ളത്. അസേർഷൻസ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടില്ല, പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല, കോമ്പീറ്റൻസ് ഇല്ല, യൂസ് ഓഫ് എക്സ്പെർട്ട് ഇല്ല. ഇനി എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് കറക്റ്റ് അല്ല, വർക്ക് സൈൻ ചെയ്തു ഫെർദർ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുന്നേ. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഓപ്പണിംഗ് ബാലൻസിന്റെ മേലെയും കമ്പാറ്റീവ്സിന്റെ മേലെയും ചെയ്തേക്കുന്നത്. എൻഗേജ്മെന്റ് പാർട്ട്ണറുടെ ഇന്റഗ്രിറ്റി കറക്റ്റ് അല്ല. കോമ്പിറ്റൻസ് ഓഫ് ദി പാർട്ട്ണറിന്റെ മേലെ നമുക്ക് ഡൗട്ട് ഉണ്ട്, ആൾ പ്രോപ്പർലി ചെയ്തിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പാടുള്ളൂ, അതിന് മുന്നേ സൈൻ ചെയ്തു, അതും ഇഷ്യൂ ആണ്. ഇത്രയാണ് നമ്മുടെ ഇഷ്യൂസ്. ആക്ഷൻസ് അവർ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കി. ഓഡിറ്റ് മാനേജറും പാർട്ട്ണറും ചെയ്യുന്ന വർക്ക് എല്ലാം നമ്മൾ ഇനിയും റിവ്യൂ ചെയ്യണം. ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കണം. ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റിനെ എല്ലാ വർക്കിൻ്റെ അകത്തും യൂസ് ചെയ്യണം. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് നടത്താനുണ്ടെങ്കിൽ ആ കറക്ഷൻസ് നടത്തിയതിന് ശേഷം മാത്രമേ സൈൻ ചെയ്യിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ സ്കെയിൽ കൂട്ടണം. ഇത്രയാണ് അവർ പറഞ്ഞേക്കുന്നത്, മൊത്തം 8 മാർക്സ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് മാർക്ക് വരുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇസ് ദ ക്ലിയർ എവരിവൺ? ഓക്കെ, ആൻസർ ചെയ്യുമ്പോൾ 3ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് കൊടുത്ത പിന്നെ കറക്റ്റ് ആക്ഷൻസ് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ പ്രസന്റ് ചെയ്താലും മതി. അങ്ങനെയാണ് ബാക്കി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അല്ല, പിന്നെ നിങ്ങൾക്ക് ഓരോ പോയിന്റ്സും എഴുതി പോകാനായിട്ട് എളുപ്പത്തിന് നമ്മൾ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പോകുന്നതായിരിക്കും ചിലപ്പം ചിലർക്ക് എളുപ്പം ഉണ്ടാവുക. കാരണം ഞാൻ നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. ഞാൻ ആദ്യം ക്വാളിറ്റി മാനേജ്മെന്റ്, പിന്നെ പ്രൊഫഷണൽ ഇഷ്യൂസ്, പിന്നെ അവസാനം അപ്രോപ്രിയേറ്റ് ആക്ഷൻസ്, അങ്ങനെ ഓർഡർ ഒക്കെ ഏത് രീതി വേണേലും ചെയ്യടാ. കോണ്ടന്റ് വൈസ് നമുക്ക് ഈ സെയിം കോണ്ടന്റ് ആണ് നമ്മൾ നോക്കുക, മനസ്സിലായോ? അതായത് നമുക്ക് ഇതിന്റെ അകത്തുള്ള കോണ്ടന്റ് ആണ് അവർ വാല്യൂ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ സൈസ്, അല്ലെങ്കിൽ നമ്മൾ ഏത് പാറ്റേണിൽ എഴുതിയെന്നേ അല്ല. നമ്മളിപ്പോൾ ഈ പാറ്റേൺ നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്ത്? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എപ്പോഴും ക്വാളിറ്റി കൺട്രോളിന്റെ പോയിന്റ്സ് അങ്ങനെയല്ല ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ആ സെയിം അപ്രോച്ച് തന്നെ നമ്മൾ പോയത്. കേട്ടോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എടാ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി let's move on to the next question. That's a part B. You are also reviewing the proposed auditor's report for Frisia Company, the publisher of printed magazine titles. For the year ended 31st March 2015, Frisia Company is an unlisted entity, and its draft financial statements for the year ended 31st March 2015 report profit before income tax of 54 million, total asset of 970 million. Materiality for the audit was set at 4.85 million, in line with Bruton & Co.'s internal quality procedures. The publication titles, which have been externally acquired by the company, are correctly capitalized as an intangible asset and are not amortized as management considers the title to have indefinite useful life. As required by IAS 36 impairment of asset, an impairment review of each title is performed annually. Revenue from many of the titles has decreased over the last 2 years, mostly due to the increase in free internet publications. Many of the impairment review performed by the management show very little difference between value in use and carrying amount of the titles. The audit team has assessed the impairment reviews performed by the management and expressed concerns at the sensitivity to the key assumptions relating to future sales and the discount factor used. Management has based their impairment review on what they consider to be the best case scenario, where the auditor used the worst case scenario to be prudent. They have estimated that total impairment of 6 million exists. The management of Frisia Company stated that this is a result of difference in judgment and has stated that they will not amend the financial statements. Other than the issue of impairment review described above, sufficient and appropriate evidence has been obtained to support that the financial statements are prepared fairly in all material respects. The audit supervisor has drafted the following extract
of the basis for opinion and opinion paragraphs to be included in the auditor's report in response to this issue. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ എന്തൊക്കെ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ സിനാരിയോ ആണ്. നമ്മളോട് പറഞ്ഞു നമ്മൾ ഫ്രസിയ കമ്പനി എന്ന് പറയുന്ന ഫേമിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്യായിരുന്നു. അപ്പം ഇതൊരു പബ്ലിഷർ ഓഫ് പ്രിന്റർ മാഗസിൻ ആണ്. അവരുടെ ഫിഗേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് നമുക്ക് തന്നിട്ടുണ്ട് 4.85 ആണെന്നുള്ളത്. ആൻഡ് നമ്മളോട് പറഞ്ഞു ഇവിടെ പബ്ലിക്കേഷൻ ടൈറ്റിൽസ് ഇവർ എക്സ്റ്റേണലി അക്വയർ ചെയ്തു. അത് അവർ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് അമോർട്ടൈസ് ചെയ്യുന്നില്ല, കാരണം ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. നമ്മളോട് പറഞ്ഞ IS 36 പ്രകാരം ഇംപേയ്മെന്റ് റിവ്യൂ ഒരു കറക്റ്റ് ആയിട്ട് നടത്തി പോകുന്നുണ്ട്. കമ്പനിയുടെ റവന്യൂ ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്റർനെറ്റ് പബ്ലിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ട്. പക്ഷേ ഇംപേയ്മെന്റ് റിവ്യൂ നടത്തുമ്പോൾ വാല്യൂ ന്യൂസും ക്യാരിങ് എമൗണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഇംപേയ്മെന്റ് ഒന്നും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓഡിറ്റ് ടീം ഈ ഇംപേയ്മെന്റ് റിവ്യൂ നടത്തിയത് റിവ്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് പറയാണ്, ഇവർ യൂസ് ചെയ്തേക്കുന്ന കീ അസംഷൻസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവർ യൂസ് ചെയ്യുന്ന ഫ്യൂച്ചർ സെയിൽസും ഡിസ്കൗണ്ട് ഫാക്ടർ ഇവർ യൂസ് ചെയ്തേക്കുന്നതും ഒക്കെ കറക്റ്റ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പം മാനേജ്മെന്റ് കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ നടത്തിയിട്ട് ആണ് ഈ പറയുന്ന ഇംപേയ്മെന്റ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഓഡിറ്ററായി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും 2 എക്സ്ട്രീം എൻഡാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഇംപേയ്മെന്റ് 6 million ആണ് അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് ഓഫ് ഫ്രീസേ കമ്പനി നമ്മളോട് പറയുന്നത് ഇത് ജഡ്ജ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അമെന്റ്മെന്റ് ഒന്നും നടത്തൂല എന്നുള്ളതാണ്. ആൻഡ് നമ്മളോട് ഇവിടെ പറഞ്ഞു ഇംപേയ്മെന്റ് റിവ്യൂ നടത്തിയവർ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്തു എന്ന് പറയാണ്. ഇതൊഴിച്ച് വേറെ മിസ്റ്റേക്കുകളൊന്നും FSന്റെ അകത്ത് ഇല്ല എന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞേക്കുന്നതിന്റെ അകത്ത് ബേസ്ഡ് ഓൺ ദിസ് നമ്മൾ എന്ത് ഒപ്പീനിയനാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ശരിക്കും നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഫ്രം ദിസ് സിനാരിയോ നമ്മളിവിടെ എന്ത് ഒപ്പീനിയനാണ് കൊടുക്കേണ്ടത്? ക്വാളിഫൈഡ്. ഓക്കെ, ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അപ്പം ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നോക്കണം ഇവർ പറഞ്ഞേക്കുന്ന കേസസ് കറക്റ്റ് ആണോ എന്ന്. അപ്പം ഓഡിറ്റർ സാധാരണ നമുക്ക് സിനാരിയോ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഇവിടെ തരാറില്ല, പകരം റിപ്പോർട്ടിന്റെ അകത്ത് തന്നെ തരും. ബട്ട് ഇന്ന് നമുക്ക് പുറത്ത് വന്നു, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കാണ് ഇവിടെ മാനേജ്മെന്റും ഇംപേയ്മെന്റ് റിവ്യൂ നടത്തിയിട്ടുണ്ട്, ഓഡിറ്ററായി നമ്മൾ നടത്തിയിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഇംപേയ്മെന്റ് റിവ്യൂവിന്റെ അകത്ത് 0 ഇംപേയ്മെന്റ് ആണ്, നമ്മുടെ അകത്താണ് 6 million ഇംപേയ്മെന്റ് വന്നേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്തേക്കുന്ന എമൗണ്ട് ഓഫ് 6 million എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ? ഓഡിറ്റർ യൂസ് ചെയ്തേക്കുന്ന 6 million എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ? കോർപ്പറേറ്റ് ആണോ? അല്ലേ? ആണോ? എനിക്കറിയില്ല, നിങ്ങൾ പറയും. ഓഡിറ്റർ വേസ്റ്റ് കേസ് സിനാരിയോസ് വെച്ചല്ലേ എടുത്തേക്കുന്നത്. ഓക്കെ, അതാണ് ഓഡിറ്റേഴ്സ് പോയിന്റ് എസ്റ്റിമേറ്റ്. ഓൾറെഡി റവന്യൂ കുറയുന്നുണ്ടല്ലോ, അപ്പം വേസ്റ്റ് കേസ് സിനാരിയോ വെച്ച് വേണ്ട ഇമ്പയർമെന്റ് വാല്യൂ ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണോ? അങ്ങനെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡസ്ട്രി അല്ലേ? ഉം. ശരിയല്ലേ? അതായത് മാനേജ്മെന്റ് ബെസ്റ്റ് കേസ് സിനാരിയോ എടുത്തു, ഓഡിറ്ററായി നമ്മൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എടുത്തു. ദേ ക്യാൻ ബി എ ചാൻസസ് അവിടെ മിക്സ് ഓഫ് സിനാരിയോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നോർമലി ആ ഇൻഡസ്ട്രിയിൽ, ഇതൊരു സ്പെസിഫിക് ഇൻഡസ്ട്രി അല്ലേ? Nice. കാരണം ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്താന്ന് പറഞ്ഞു, പബ്ലിഷിംഗ് ആണ്. അപ്പൊ ആ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ ഇവിടെയുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് പ്രൊഡക്റ്റ് ആണ്. എന്താ? അവർ വിൽക്കുന്നത് ബുക്സ് ആണ്. അപ്പം ബുക്സിന്റെ സെയിൽസ് കുറയുമ്പോൾ അവിടെ നോർമലി എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ഇംപേയ്മെന്റ് കാൽക്കുലേഷൻ നടത്തേണ്ടത്, ആ രീതി വേണം നമ്മൾ നടത്താൻ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓഡിറ്റ് എസ്റ്റിമേറ്റിന്റെ അകത്ത്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിന്റെ അകത്ത്. അതായത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതിന് എപ്പോഴും എന്തുണ്ടാവും? ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ഹാവിങ് അൺസർട്ടേണിറ്റി. എസ്റ്റിമേഷൻ അൺസർട്ടേണിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? സോ ദേ വിൽ ബി ഓഡിറ്റേഴ്സ് പോയിന്റ് എസ്റ്റിമേറ്റ് ആൻഡ് മാനേജ്മെന്റ് പോയിന്റ് എസ്റ്റിമേറ്റ്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസിന്റെ പുറത്ത് വരുന്ന മിസ്റ്റേക്ക് ആണ് ജഡ്ജ്മെന്റൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ISA 450 അത് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു ജഡ്ജ്മെന്റൽ മിസ്റ്റേക്ക് എപ്പോഴും നമ്മൾക്ക് ഒരു ക്ലയന്റിനെ പ്രൂവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് പോയിന്റ് എസ്റ്റിമേറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് പോയിന്റ് എസ്റ്റിമേറ്റ്. അപ്പം ഓഡിറ്ററായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? അപ്രോപ്രിയറ്റ്ലി ഇംപേയ്മെന്റ് കാൽക്കുലേഷൻ നടത്തണം. ഇവിടെ ഇവർ പറഞ്ഞു ഡിസ്കൗണ്ട് ഫാക്ടർ യൂസ് ചെയ്തേക്കുന്നതിന് മേലെ ഡൗട്ട് ഉണ്ടെന്ന്. അത് നമുക്ക് വാലിഡ് ആയിട്ട് എടുക്കാം. ഡിസ്കൗണ്ട് ഫാക്ടർ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എമൗണ്ട് മിസ്റ്റേറ്റഡ് ആവും. പ്ലസ് നമ്മൾ എന്തും കൺസിഡർ ചെയ്യണം, ഈ ഫ്യൂച്ചർ സെയിൽസിനെ ബേസ് ചെയ്തിട്ട് വേഴ്സ്റ്റ് കേസ് സിനാരിയോ തന്നെയാണോ ഇൻഡസ്ട്രിയിൽ എല്ലാവരും എടുക്കുന്നതെന്ന് കൺസിഡർ ചെയ്യണം. അത് നോക്കിയിട്ട് വേണം ഓഡിറ്ററായി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് വേണം ഈ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് കൺസിഡർ ചെയ്യാൻ. ക്ലിയർ ആയോ? Yes. ക്ലിയർ ആയോ? Yes. അപ്പം നിങ്ങൾ പറയുന്ന സമയത്ത് എന്ത് പറയാ, ഓഡിറ്റർ ഇതും കൂടി കൺസിഡർ ചെയ്തിട്ടേ ഡിറ്റർമൈൻ ചെയ്യാൻ പാടുള്ളൂ വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മിസ്സ്റ്റേറ്റഡ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഒപ്പീനിയൻ അപ്രോപ്രിയേറ്റ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഇത് തെറ്റാന്ന് പറയണ്ട. മനസ്സിലായോ? Yes. ഓക്കെ. സോ നമ്മളത് ഇനീഷ്യലി പറഞ്ഞു വെച്ചേ ഉള്ളൂ. ബൈ ദ വേ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞേക്കാണ് ഒപ്പീനിയൻ. We have audited the financial statements of Frazier Company, which comprises the statement of financial position at 31st March 2015, statement of comprehensive income, statement of changes in equity, statement of cash flows for the year ended, and notes to financial statements, including summary of significant accounting policies. Except for the limitation of the scope described below, we believe accounts for the year are true and fair. Okay. Basis for limitation on scope. As part of our audit, we were required to review management's assessment of impairment of magazine titles using less optimistic set of assumption than management. We found that impairment of 6 million was required. Management has refused to record the impairment losses as they disagree with those less optimistic assumptions should be used. As we are able to prove their assumptions regarding this which will happen in future, we have experienced an inability to obtain evidence leading to limitation on the scope of the audit in this regard. We concluded our audit in accordance with international standards on auditing. Our responsibilities under the standards are further described in auditor's responsibility for the audit in financial statement section of our report. We believe that audit evidence we have obtained is sufficient and appropriate to provide basis for our qualified opinion. Okay, പറയടാ എന്തൊക്കെയാ ഇഷ്യൂസ് ഉള്ളത്. നമുക്ക് ഈസി ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ആദ്യമേ പിക്ക് ചെയ്തോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു? ഏതാ ഒപ്പീനിയൻ കറക്റ്റ് അല്ലേ? ഒപ്പീനിയൻ കറക്റ്റ് അല്ല. ഇവർ എന്ത് ഒപ്പീനിയൻ കൊടുത്തേക്കുന്നത്? Qualified. ഇവർ അൺമോഡിഫൈഡ് അല്ല കൊടുത്തേക്കുന്നത്. ഇവർ കൊടുത്തേക്കുന്നത് എന്താ? ക്വാളിഫൈഡ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇവർ കൊടുത്തേക്കുന്നത് അല്ലേ? അതായത് ട്രൂ ആൻഡ് ഫെയർ എക്സെപ്റ്റീവ് കൊടുത്തേക്കുന്നത്. വൃത്തിക്ക് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം ഇവിടുത്തെ. അതായത് നിങ്ങൾ എന്ത് പറയാ, ഒപ്പീനിയൻ തെറ്റാ. ഒപ്പീനിയൻ തെറ്റെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു ഒപ്പീനിയൻ എഴുതിയേക്കുന്നത് തെറ്റാണ്, ഹെഡിങ് തെറ്റാണ്. അതിലേക്ക് നമുക്ക് പോവാം. ഒപ്പീനിയൻ പാരഗ്രാഫിന്റെ കേസ് നമുക്ക് ആദ്യം പറയാം. ഇവർ ഒപ്പീനിയൻ പാരഗ്രാഫ് അപ്രോപ്രിയറ്റ്ലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഇവിടെ നിങ്ങൾ പറയാ, ദ ഓഡിറ്റർ ഹാവ് ഫോംഡ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡറിംഗ് ദാറ്റ് ദി എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് is material to the financial statement, but it is not pervasive. However, when considering the impairment review of the asset, auditor have used the worst case scenario to determine the impairment of 6 million. However, the management have used the discount factor and key assumptions based on future sales, considering the best case scenarios. So the auditors should have appropriately considered the industry conditions, and the best case scenario which are being used in the industry should be used for the purpose of determining the impairment. Therefore, that might result in another value relating to the misstatement, in which case, in case if that amount is not material, the auditor should not reflect a qualified opinion on the company's financial statements. Any അതിന് ഫോളോ അപ്പ് ആയിട്ട് തന്നെ പറയാ, ഈവൻ ഇഫ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഈസ് എക്സ്പ്രസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയറ്റ്ലി എക്സ്പ്രസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിക്വയർമെന്റ്സ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഓഡിറ്റിംഗ്. എ പ്രോപ്പർ ഹെഡിംഗ് ഷുഡ് ബി ഗിവൺ ഓൺ ഒപ്പീനിയൻ, ആൻഡ് ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് അപ്രോപ്രിയേറ്റ് ഹെഡിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഓൾസോ. ഇനി അവിടെ നമ്മൾ എന്തൊക്കെയാ പറയേണ്ടത്? ഈ ഹെഡിങ്ങും കോണ്ടന്റിനെ കുറിച്ച് ഇനി അവിടെ പറയാം. ഒപ്പീനിയൻ പാരഗ്രാഫ് എങ്ങനെ വേർഡ് ചെയ്യേണ്ടത് നമ്മൾ? ആൻഡ് ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് നിങ്ങൾ പറയാ, ഇൻസ്റ്റെഡ് ഓഫ് പ്രൊവൈഡിംഗ് ഒപ്പീനിയൻ ആൻഡ് ബേസിസ് ഫോർ ലിമിറ്റേഷൻസ് ഓൺ ദ സ്കോപ്പ്, ഓഡിറ്റർ ഷുഡ് ഹാവ് അപ്രോപ്രിയറ്റ്ലി റീവേർഡഡ് ഇറ്റ് as qualified opinion and basis of qualified opinion, basis for qualified opinion if qualified opinion need to be expressed on the
financial statements. In addition to that, proper wording should be expressed while giving the opinion, such as, for example, the financial statement shows a true and fair view, except if the mistakes in relation to dash are appropriately treated in the financial statements. ഇനി നമ്മൾ അവിടെ അടുത്തായിട്ട് എന്താ പറയണ്ടേ? വി ഹാവ് ഓഡിറ്റഡ് എന്ന് പറയുന്ന വേർഡിങ് ആ അത് ശരിയല്ല. ഓക്കെ, വി ഹാവ് ഓഡിറ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. കാരണം നമ്മൾ അവിടെ നോർമലി എന്താ പറയാറ്? ഇൻ അവർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതി പോകാറുള്ളത്, അല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ അൺപ്രൊഫഷണൽ വേർഡിംഗ് ഉള്ളത്? നമ്മൾ നേരത്തെ believe- ചെയ്തിട്ടുള്ളത് ഏതാ? വേറെ അൺപ്രൊഫഷണൽ വേർഡിങ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ പറയാൻ പറ്റുക? Management has refused to record. യെസ്, മാനേജ്മെന്റ് ഹാവ് റെഫ്യൂസ് ടു അഡ്ജസ്റ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള പറയാൻ പറ്റുമോ? നമ്മൾ ആഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റനിൽ പറഞ്ഞായിരുന്നു റെഫ്യൂസൽ ഓഫ് മാനേജ്മെന്റ്, റെഫ്യൂസൽ ഓഫ് എ സ്പെസിഫിക് പേഴ്സൺ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതൊരു കമ്പനിയുടെ ബോർഡിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാവും. ജനറൽ ആയിട്ട് ആൻ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സെയിം ഷുഡ് ബി അവോയ്ഡഡ് ഫ്രം ദിസ് റിപ്പോർട്ട് ആസ് വെൽ. റെഫ്യൂസൽ ഓഫ് മാനേജ്മെന്റ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ എ റിപ്പോർട്ട് ആസ് ഇറ്റ് ഷോസ് എ അൺപ്രൊഫഷണൽ വേർഡിംഗ് എന്ന് പറഞ്ഞു പറയാം. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ അടുത്ത ഇഷ്യൂ എന്താ? വേറെ ഇഷ്യൂ എന്താ? വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഈ ബേസിസ് ഫോർ ഈ ഒരു പാരഗ്രാഫിന്റെ യൂസും കറക്റ്റ് അല്ല. അവര് ISA പ്രകാരമൊക്കെ ഫോളോ ചെയ്യുന്നെന്ന് പറയണതൊക്കെല്ലാം അവര് അതർ മാപ്പ് പാരഗ്രാഫിലല്ലേ പറയേണ്ടത്? ഏതാടാ? ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് ചെയ്തേക്കുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റിനെ ഒക്കെ പറ്റി പറയണത്. നമ്മൾ എങ്ങനെയായിരുന്നു റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത്? അവിടെ ആക്ച്വലി മിസ്സിംഗ് ആണുള്ളത്, അല്ലേ? നമ്മൾ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നത്? അവിടെ മിസ്സിംഗ് അവിടെ ശരിക്കും വന്നേക്കുന്നത്. അവിടെ എന്തൊക്കെയോ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു റിയൽ ഒപ്പീനിയൻ ഒക്കെ വെച്ച് പഠിച്ച ഓർമ്മയുണ്ടാവും. അവിടെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ആ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറെ ഫാക്ടേഴ്സ് ശരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇവിടെ. എന്താന്ന് നോക്കിയിട്ട് പറഞ്ഞെന്ന്? എല്ലാ സ്റ്റാൻഡേർഡ്സും അപ്രോപ്രിയറ്റ്ലി മെൻഷൻഡ് ആണോ അവിടെ? ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ദി ഇഷ്യൂ അപ്രോപ്രിയേറ്റ് ആണോ? അത് പറയും. ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഇഷ്യൂ അപ്രോപ്രിയേറ്റ് ആണോ? ക്വാണ്ടിഫിക്കേഷനകത്ത് എന്തൊക്കെയാ പറയണമെന്ന് പറഞ്ഞേ? എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് പറയണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്താ മിസ്റ്റേക്ക് വന്നെന്നുള്ള കാര്യം പറയണം. അതിന് പുറമെ നമ്മൾ അഡീഷണൽ എന്ത് പറയണം എന്ന് പറഞ്ഞേ? അതിന് പുറമെ എന്ത് പറയണമെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. എത്രയാണ് ഇമ്പാക്ട് വന്നേക്കുന്നത്? അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണോ ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളതിനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ പറഞ്ഞിട്ടുണ്ടോ അവര്? ഇല്ല. സോ ദാറ്റ്സ് എൻ ഇഷ്യൂ. ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ദി മിസ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് അപ്രോപ്രിയറ്റ്ലി ക്യാരിഡ് ഔട്ട്. സ്ക്രീൻ ഷെയർ അല്ലേ? ക്ലിയർ ആണോ? ഇവിടെ കാണുന്നുണ്ടോ? FS ഒരെണ്ണം കാണിച്ചേക്കുന്നത് കാണുന്നുണ്ടോ? ഓക്കെ, ബേസിസ് ഫോർ ഒപ്പീനിയൻ ഒന്ന് വായിച്ചു നോക്കി. ഇവിടെയുള്ള എന്തെങ്കിലും അപ്പുറം ഇല്ലാത്തുണ്ടോ നോക്കി നോക്ക്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആക്ച്വൽ റിപ്പോർട്ട്. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? ഉണ്ടോ? ഈ എത്തിക്കൽ കംപ്ലൈൻസിനെ പറ്റി ഒന്നും യെസ്, പറഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാ ക്വസ്റ്റനിലും കാണാറുള്ളതല്ലേ എത്തിക്കൽ റിക്വയർമെന്റ്സ് ഏത് സ്റ്റാൻഡേർഡ് പ്രകാരം മീറ്റ് ചെയ്തേക്കുന്നതെന്ന്. ഇവിടെ ഇവര് കംപ്ലൈ ചെയ്തേക്കുന്ന എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഏതാന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, അവർ അതിനെക്കുറിച്ചേ മെൻഷൻ ചെയ്തിട്ടില്ല. ശരിയല്ലേ? അവർ ബാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റിയുടെ ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയറ്റ്ലി മെൻഷൻഡ്. അപ്പൊ നമുക്ക് അതെന്ത് പറയാം? എത്തിക്കൽ സ്റ്റാൻഡേർഡും എത്തിക്കൽ സ്റ്റാൻഡേർഡിന്റെ റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അപ്രോപ്രിയറ്റ്ലി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ യു ക്യാൻ കോട്ട് ഇറ്റ് ആസ് ആൻ ഇഷ്യൂ. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? വേറെ സിമ്പിൾ വേർഡിങ്സിന്റെ ഇഷ്യൂ ഉണ്ട്. നമ്മൾ ആഡ് എ ഗ്രൂപ്പിന്റെ ക്വസ്റ്റിന് ചെയ്ത സെയിം ഇഷ്യൂ എന്താ നോക്കി. ആഡ് എ ഗ്രൂപ്പിന്റെ കേസ് ചെയ്ത ഇഷ്യൂ എന്താ? ഇതിനകത്ത് we believe that we have obtained അതല്ലടാ, അതെന്താ എന്തായാലും ടെർമിനോളജിയുടെ ഇഷ്യൂ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അടുത്ത് കവർ ആയി പോകുമല്ലോ. എന്തായാലും ടെർമിനോളജി റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടോ?
പ്രൂവ് എന്നുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാനേ പാടില്ല നമ്മൾ പറഞ്ഞല്ലായിരുന്നോ? പ്രൂവൺ കൺക്ലൂസീവ്ലി അല്ലെങ്കിൽ പ്രൂവ് എന്നുള്ള ടേം വി ആർ എനബിൾ ടു പ്രൂവ് ദെയർ അസംഷൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ 100% ടെസ്റ്റിംഗ് ചെയ്ത പോലെ വരൂലേ ഓട്ടോമാറ്റിക്കലി, അല്ലേ? യെസ്. Yes. നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്താ? വി ആർ എനബിൾ ടു ഫോം എ കൺക്ലൂഷൻ എന്നുള്ളത് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് കൺക്ലൂഷൻ ആയിട്ടാ പറയാറ് അവിടെ? റീസണബിൾ ആയിട്ടുള്ള രീതിയിലല്ലേ പറയല്? പ്രൂവൺ എന്നുള്ള ടേം വന്നു കഴിയുമ്പോഴത്തേനോട് ഓട്ടോമാറ്റിക്കലി എന്താവും? എക്സ്റ്റെൻസീവ് ടെസ്റ്റിംഗ് ചെയ്ത പോലെ ആവും. നമ്മൾ ആഡ് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തല്ലായിരുന്നു അത്? പ്രൂവൺ കൺക്ലൂസീവ്ലി എന്നുള്ള ടേം പോലത്തെ ടേംസ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, അത് ക്ലൈന്റിനെ മിസ്ലീഡ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള ടേംസ് റിമൂവ് ചെയ്യണം എന്ന് ആ സെയിം ഇഷ്യൂ നിങ്ങൾക്ക് പറയാം. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ Yes, എവരി sir. വൺ? ഓക്കെ. അപ്പം നമുക്കിത് മൊത്തം ആക്ച്വലി എത്ര മാർക്കിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? 6 മാർക്സിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 മാർക്ക് പെർ പോയിന്റ്. അപ്പോൾ ഇത്രയാണ് മെയിൻലി ഇവിടെ പോയിന്റ്സ് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. Yes. സോ ഇവിടെ എക്സാമിനോട് പറഞ്ഞേക്കുന്നത് എന്താന്ന് നോക്കിയാൽ ഫസ്റ്റ് എക്സാമിനോട് ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇൻ പാർട്ട് സി യു ബേസ് യു critic solely on what included in the report extract. Do not speculate on omissions that are not relevant to the scenario. Evaluate whether opinion is appropriate and being alert to imprecise language or misleading terms. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നേക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒമിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ മതി, തരാത്തതിനെ ബേസ് ചെയ്തിട്ട് പറയണ്ട. അതേപോലെ തന്നെ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് മിസ്ലീഡിങ് ടേംസ് ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആൻഡ് സിനാരിയോയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞിപ്പം ഇവിടെ ഏതെങ്കിലും എന്താ പറയുക എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് തന്നിട്ടില്ല, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പറയണ്ട, തരാത്തതിനെ കുറിച്ച് പറയണ്ട. നിങ്ങൾക്ക് അല്ലാത്ത എന്തെങ്കിലും തന്നതിൻ്റെ അകത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കി എന്തൊക്കെ ഇഷ്യൂസ്? 1 മാർക്ക് പെർ പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ മാക്സിമം 6 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇവർ പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാ? റോങ് ടൈറ്റിൽ ഓഫ് പാരഗ്രാഫ് ആണ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് റെഫർ ചെയ്തിട്ടില്ല, അൺപ്രൊഫഷണൽ വേർഡിങ്സിന്റെ എക്സാമ്പിൾസ് പറയുക, പ്രൂവ് എന്നുള്ള ടേം ഇവർ യൂസ് ചെയ്തേക്കുന്ന ഹയർ ലെവൽ ഓഫ് അഷുറൻസ് ആണ് തരുന്നത്, ലാക്ക് ഓഫ് ഡീറ്റെയിൽസ് ഇംപേയ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തും അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ക്വാണ്ടിഫിക്കേഷൻ നടത്തിയിട്ടില്ല, പെർവേസീവ് ആണോ മിസ്റ്റേക്ക് എന്നുള്ളത് ഇവർ പ്രോപ്പർലി കൺക്ലൂഡ് ചെയ്തിട്ടില്ല, ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കാം, ജഡ്ജ്മെന്റൽ മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ട് തന്നെ അതും കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല, ഇത് മെറ്റീരിയൽ ആവണമെന്ന് തന്നെ നിർബന്ധമില്ല. ആക്ച്വലി ഇത്രയും നമ്മൾ കമ്പൈൻ ചെയ്ത് എവിടെയായിരുന്നു പറഞ്ഞത്? ഒപ്പീനിയൻ്റെ അകത്ത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞ്, ഇതായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ Yes. അതുകൊണ്ടാണ് ഇവർ ഇത്രയും പോയിന്റ് എഴുതിയിട്ട് 6 മാർക്സ് മാക്സിമം എന്ന് പറഞ്ഞ്. ഇവരിപ്പോൾ ഇത് 1 2 3 4 5 6 7 8 9 പോയിന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ പറഞ്ഞു. നമ്മൾ അതേ സ്ഥാനത്ത് എന്ത് ചെയ്തു? ഒപ്പീനിയൻ്റെ ഇത്രയും കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് പറഞ്ഞു, ഇത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. ഇത്രയാണ് ഈ ക്വസ്റ്റിനകത്തുള്ള ഇഷ്യൂസ് എന്ന് പറയുക. ക്ലിയർ ആയോ? ഓക്കെ. Yes, sir. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്ക് എന്തിനൊക്കെയാണ് കിട്ടുന്നത് നോക്കി. ജനറലി ചെയ്യാറുള്ള കാര്യങ്ങൾക്ക് തന്നെ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ബാലൻസ് ഡിസ്കഷൻ ഓഫ് യൂസിങ് ഡാറ്റ അനലിറ്റിക്സ്, പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് ഡാറ്റ അനലിറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന്, അതേപോലെ തന്നെ ഓഡിറ്റിംഗ് നോളജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് റിപ്പോർട്ട് നടത്തിയിട്ട് അതിനകത്ത് ഇഷ്യൂസ് കണ്ടുപിടിക്കുന്നതിന്, അതേപോലെ തന്നെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയാണ് ഈ ഇൻഫർമേഷൻ തന്നേക്കുന്നതിൻ്റെ അകത്തുള്ള ചാലഞ്ചസ്, എവിഡൻസ്, അസംഷൻസ് അതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ സിനാരിയോനെ ബേസ് ചെയ്ത് ആൻസർ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ മെറ്റീരിയാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്. ദെൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഓട്ടോമേറ്റഡ് ടൂൾസ് ആൻഡ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ അത് ഓഡിറ്റ് ഫേമിനെയും കമ്പനിനെയും എങ്ങനെ എഫക്ട് ചെയ്യുന്നു സിനാരിയോ ബേസ്ഡ് ആയിട്ട് പറയുന്നതിന്. സോ നിങ്ങൾ എന്താണോ ജനറലി ചെയ്യാറുള്ള ആ കാര്യങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തു പോവുക. ക്ലിയർ ആയോ? Yes. Yes, sir. ഓക്കെ. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. So next, let's start with the next question. Cuckoo. It is 1st July 2015. You are an audit manager in Strike & Co, responsible for the audit of Cuckoo Group for the year ending 31st March 2015. All companies within the group have same financial year end. Auditor's report is due to be issued in next 2 weeks' time. The group is listed and operate in manufacturing industry. The draft consolidated financial statements recognize a revenue of 810 million, profit before income tax of 34 million, total asset of 560 million. Group materiality has been set at 5 million in line with Strike & Co's internal quality procedures. The following exhibit available below provides information relevant to the question. Audit completion issues provide details of the issues which have been brought to your attention
which arose during the audit of group and its subsidiaries. അപ്പൊ നമ്മളോട് പറഞ്ഞു കുക്കു എന്ന് പറയുന്ന കമ്പനിയുടെ കേസാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ സ്ട്രൈക്ക് ആൻഡ് കോ എന്ന് പറയുന്ന ഫേമിന്റെ മാനേജറാണ്. ആൻഡ് നമ്മളോട് പറഞ്ഞു നമ്മൾ ഓഡിറ്റ് ഓഫ് കുക്കു കമ്പനിയാണ് ചെയ്യാൻ പോകുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. ആ കമ്പനിയിലുള്ള എല്ലാ ഗ്രൂപ്പിനും സെയിം ഇയർ എൻഡ് ആണെന്ന് പറഞ്ഞു. സോറി, ആ ഗ്രൂപ്പിലുള്ള എല്ലാ കമ്പനിക്കും സെയിം ഇയർ എൻഡ് ആണെന്ന് പറഞ്ഞു. 2 വീക്സിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ലിസ്റ്റഡ് എൻറ്റിറ്റി ആണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണുള്ളത്. അവരുടെ ഫിഗേഴ്സ് തന്നു. ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ളത് അവരുടെ മെറ്റീരിയാലിറ്റി ഫിഗർ തന്നിട്ടുണ്ട് ഓൾറെഡി. 5 million ആണ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയറിന്റെ ബേസിസ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന മെറ്റീരിയാലിറ്റി ആണെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് റിക്വയർമെന്റ് നമ്പർ എ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓപ്റ്റ് ചെയ്തേക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വരിക. നമുക്ക് രണ്ടും എഴുതേണ്ട ആവശ്യമില്ല. യു ഗൈസ് ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദിസ്. നമുക്ക് കോർപ്പറേറ്റ് ഗവർണൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് AA-ക്കകത്തായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. AAA-ക്കകത്ത് UK സിലബസിലാണ് കോർപ്പറേറ്റ് ഗവർണൻസ് കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഇൻഫർമേഷൻ ഷുഡ് ബി യൂസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിക്വയർമെന്റ് വിത്ത് റെസ്പോൺസ് ഓപ്ഷൻസ് പ്രൊവൈഡഡ്. അപ്പം നിങ്ങൾ റെസ്പോൺസ് ഏരിയാസ് ഏതൊക്കെയാണോ അത് കൊടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായി AAA-ക്ക് നമുക്ക് റെസ്പോൺസസ് ഏതൊക്കെ ഏരിയാസിലാണ് കൊടുക്കേണ്ടതെന്നുള്ള പറയാം. അവിടെ തന്നെ റെസ്പോൺസ് കൊടുക്കണം കേട്ടോ. അതായത് ഇപ്പോൾ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റെസ്പോൺസ് എ, റെസ്പോൺസ് ബി, റെസ്പോൺസ് സി എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അപ്പോൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ആൻസേഴ്സ് റെസ്പോൺസ് എയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. പേ ചിലപ്പോൾ സ്പ്രെഡ്ഷീറ്റ് ആയിരിക്കും. അപ്പോൾ ഏത് റെസ്പോൺസ് ഏരിയയിലാണ് കൊടുക്കാൻ പറയുന്നത് അതിൻ്റെ തന്നെ ആൻസർ എഴുതണം. ക്ലിയർ ആയോ? ഓക്കെ. Yes. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിസ്കസ് ദ ഗ്രൂപ്പ് ഓഡിറ്റേഴ്സ് കൺസിഡറേഷൻസ് വെൻ ഡിറ്റർമൈനിങ് വിച്ച് കോമ്പണന്റ് ഗ്രൂപ്പ് ഓഡിറ്റ് വർക്ക് ഷുഡ് ബി പെർഫോംഡ് ഓൺ. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഗ്രൂപ്പ് ഓഡിറ്റേഴ്സിന്റെ കൺസിഡറേഷൻ എന്തൊക്കെയായിരിക്കും, ഏത് കോമ്പണന്റിന്റെ ആണ് നമ്മൾ ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സിബിറ്റ് നോക്കണ്ടാന്ന്. സോ ബേസിക്കലി ഈ ചോദിച്ചേക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഈ ചോദിച്ചേക്കുന്നത് നമ്മളോട് ISO 600. ഏതാടാ? ISO 600. ഓക്കെ, ISO 600. ISO 600ന്റെ അകത്ത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച എവിടെയായിരുന്നു? അഗെയിൻ ടെക്നിക്കൽ ആർട്ടിക്കിൾ നമ്മൾ നോക്കിയില്ലായിരുന്നോ ഗ്രൂപ്പ് ഓഡിറ്റിന്റെ? ഓക്കെ, അവിടെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിറ്റർമിനേഷൻ ഓഫ് കോമ്പണൻസ്, ഏത് കോമ്പണന്റിന്റെ മേലെ കൂടുതൽ വർക്ക് പെർഫോം ചെയ്യേണ്ടെന്നുള്ള എന്തിന്റെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്യുക. ഏതൊക്കെയായിരുന്നു? Significant component. സിഗ്നിഫിക്കന്റ് കോമ്പണൻസിന്റെ മേലെ, എസ്പെഷ്യലി ന്യൂലി ഫോംഡ് അല്ലെ ന്യൂലി അക്വേർഡ് ആയിട്ടുള്ള എൻറ്റിറ്റി ഏതെങ്കിലും കറണ്ട് ഇയറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ റിസ്ക് ഓഫ് മിസ്റ്റേക്സ് കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഇൻ കേസ് ഇഫ് ഇറ്റ്സ് എ കോമ്പോണന്റ് ഈസ് സിഗ്നിഫിക്കന്റ് ഓൺ ദ ബേസിസ് ഓഫ് ദി മിസ്സ്റ്റേറ്റ്മെന്റ്, അവിടെ നമ്മൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ടാവണം, ആ കോമ്പോണന്റിനെ ബേസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിറ്റ് വർക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ടാവണം. പിന്നെ വേറെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞേ? കോമ്പോണന്റ് വേറെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസിസിലായിരുന്നു? സിഗ്നിഫിക്കന്റ് ഇൻഡിവിജ്വലി Benchmark. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോമ്പോണന്റ് പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഒരു കോമ്പോണന്റ് Yes. ഇൻഡിവിജ്വലി സിഗ്നിഫിക്കന്റ് ആണ്, വിച്ച് മീൻസ് ഇപ്പൊ ആ കോമ്പോണന്റ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സിഗ്നിഫിക്കലി ഹയർ എമൗണ്ട് ഓഫ് റവന്യൂ അതർ എലമെന്റ്സും ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് കോമ്പോണന്റ് നീഡ് ടു ബി ട്രീറ്റഡ് ആസ് ഇൻഡിവിജ്വലി സിഗ്നിഫിക്കന്റ്. ആൻഡ് അവരുടെ നമ്മൾ എന്താണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവണം എന്ന് പറഞ്ഞു? റിസ്ക് Full അസസ്മെന്റ് audit. പ്രൊസീജിയറിന്റെ അകത്ത് ഓഡിറ്ററായി നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, അവരുടെ ഓഡിറ്റും ഫുൾ ഓഡിറ്റ് തന്നെ മാൻഡേറ്ററി ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യണം. അവിടെ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്യുന്നതിൻ്റെ അകത്തും ഗ്രൂപ്പ് ഓഡിറ്റർ ഇൻവോൾവ് ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും കോമ്പോണന്റ് സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് തോന്നുകയാണ് ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പോണന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നടക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവണം? സിഗ്നിഫിക്കന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റ് വർക്ക് ക്യാരി ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു കേസും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? ഇൻഡിവിജ്വലി സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞേ? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സിന്റെ ബേസിസ് സിഗ്നിഫിക്കന്റ് ആണെന്ന് നോക്കും. അതുമല്ല എന്നുണ്ടെങ്കിലോ? തേർഡ് കേസ് ഏതായിരുന്നു? ഗ്രൂപ്പ് ആൻഡ് ട്രാൻസ്നാഷണൽ ഓഡിറ്റിനെ കൂടി നമ്മൾ പഠിച്ച തേർഡ് കേസ് ഏതായിരുന്നു? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുവാണ് അബ്നോർമൽ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, സിഗ്നിഫിക്കന്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞേ? ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ച നോട്ട്സിൽ നിന്ന്? Yes, sir. യെസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയറിലെ ഓഡിറ്റിന് സമയത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ കോമ്പോണന്റിൽ മിസ്റ്റേക്സിനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ് എന്നുണ്ടെങ്കിൽ ആ കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? പ്രീവിയസ് ഇയർ മിസ്റ്റേക്സ് ഉണ്ടായ കോമ്പോണൻസിന്റെ വർക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവണം. ഓക്കെ,
അപ്പം ദീസ് വേ ദ ഫാക്ടേഴ്സ് വിച്ച് വിൽ ബി കൺസിഡറിങ് വൈൽ പെർഫോമിംഗ് ഗ്രൂപ്പ് ഓഡിറ്റ്. ആൻഡ് ബൈ ദ വേ, ആർക്കെങ്കിലും അറിയാത്തോണ്ടോ എന്താ കോമ്പോണന്റ് എന്നുള്ളത്? എന്തായിരുന്നു കോമ്പോണന്റ് എന്ന് പറഞ്ഞാല്? എടാ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ഞെട്ടിക്കില്ല എന്നെ. എന്തായിരുന്നു കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ? സബ്സിഡറി ഓക്കെ ഫൈൻ. അറിയാലോ അല്ലേ എല്ലാവർക്കും? സബ്സിഡറി മാത്രമാണ് കോമ്പോണന്റ്? അല്ല അസോസിയേറ്റും നമ്മൾ പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ വരുന്ന എല്ലാം സബ്സിഡറി, അസോസിയേറ്റ്, ജോയിന്റ് വെഞ്ചർ, അതിനെ എല്ലാത്തിനും നമ്മൾ എന്തായിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക? കോമ്പോണന്റ് എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. കോമ്പോണന്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റ് ഓഫ് ആ കോമ്പോണന്റ്. കോമ്പോണന്റ് എന്റിറ്റിയുടെ ഓഡിറ്റ് ആരാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോമ്പോണന്റ് ഓഡിറ്റർ എന്ന് വിളിക്കുക. ആൻഡ് ഗ്രൂപ്പ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? കൺസോളിഡേഷൻ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ ഗ്രൂപ്പിന്റെ ഓഡിറ്റ് ചെയ്യുന്ന ആളെയാണ് ഗ്രൂപ്പ് ഓഡിറ്റർ എന്ന് വിളിക്കുക ആണോ? അല്ല, കൺസോളിഡേറ്റഡ് എഫ് എസ് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റിനായിരിക്കും നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? ഗ്രൂപ്പ് ഓഡിറ്റർ എന്ന് വിളിക്കുന്നുണ്ടാവുക. അത് നമ്മൾ പറഞ്ഞിരുന്നു കൺസോളിഡേറ്റഡ് എഫ് എസിന്റെ ഓഡിറ്റ് നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക? കോമ്പണൻസിന്റെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് കോമ്പണന്റ് ഓഡിറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? വർക്കിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓഡിറ്ററെ നമ്മൾ ആ വർക്കിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്നുണ്ടാവും. പഠിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? കൺസിഡറേഷൻ ഓഫ് ബിഫോർ അക്സെപ്റ്റിംഗ് എസ് എ കോമ്പണന്റ് ഓഡിറ്റർ, ബിഫോർ അക്സെപ്റ്റിംഗ് എസ് എ ഗ്രൂപ്പ് ഓഡിറ്റർ, കൺക്ലൂഷൻ എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചല്ലേ? ഓക്കെ, അതിന്റെ ടെക്നിക്കൽ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കിക്കോണേ. ഫൈൻ. സാറ് ഈ ക്വസ്റ്റ്യന് മറ്റേ കോമ്പണന്റ് ലോക്കൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സോ അത് സിഗ്നിഫിക്കന്റ് ആണ് എഴുതിയ പ്രശ്നമുണ്ടോ? എവിടെയാടാ? ഇവിടെ എഴുതണമെന്നാണോ ചോദിക്കുന്നത്? എയ്ക്കകത്ത് ആ ആ ഏല് വേണ്ട, എഴുതണ്ട. അവർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എക്സിബിറ്റിന്റെ അകത്തുള്ള ഡേറ്റ യൂസ് ചെയ്യണ്ടെന്ന്. അല്ല, ലോക്കൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യാന്ന് വെച്ചാല് അത് സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചത്. അല്ല, അതിന്റെ ബേസിസിൽ അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിൽ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കോമ്പണന്റിന്റെ മേലെ വർക്ക് കൂടുതൽ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞെന്താ, ഈ പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ അകത്ത് നിന്ന് എടുത്ത ഡേറ്റ യൂസ് ചെയ്തിട്ടല്ല, ജനറൽ ആയിട്ട് പറയുന്നതിന്റെ കൂടി പറഞ്ഞു പോയാൽ മതി. മനസ്സിലായോ? ഓക്കെ ഓക്കെ, അത് നമ്മൾ പറഞ്ഞ സിനാരിയോ റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്കിങ് ഒന്നും ഇവിടെ വരുത്തണ്ട. അതിപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു കേസാണ്. ഇപ്പൊ ലോക്കൽ അക്കൗണ്ടിങ് റൂൾസ് ആണെങ്കിൽ അവിടെ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും, ബിക്കോസ് ദാറ്റ് റെപ്രസെന്റ്സ് ആൻ ഇൻഹെറന്റ് ലിമിറ്റേഷൻ ഇൻ ദ ഓഡിറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കൺസിഡറേഷൻ ആയിട്ട് എടുക്കാൻ പറയാം. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അടുത്തത് പാർട്ട് ബി, കമന്റ് ഓൺ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഇൻ റിലേഷൻ ടു each of the issues identified below. Explain the audit evidence you should expect to find during the review of the group audit working papers. Possible classification of laundry company as held for sale. Possible classification of laundry company as discontinued operation and impact on the financial statements. And it is now 1st September 2015. The audit report is due to be signed next week. The audit team has provided you the following completion update. ഇപ്പം നിങ്ങൾക്ക് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് എന്തൊക്കെയാണ്, ഓഡിറ്റ് എവിഡൻസ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ നിങ്ങളോട് പോസിബിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോണ്ടറി കമ്പനി ചോദിച്ചിട്ടുണ്ട്, ആസ് ഹെൽപ്പ് ഫോർ സെയിലും അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ ആയിട്ട് കാണിക്കണം എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എടാ ബൈ ദ വേ, ഇവിടെ നമുക്ക് മാറ്റേഴ്സ് എഴുതുന്നതിനും എവിഡൻസ് എഴുതുന്നതിനും ഒരുപാട് മാർക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം 11 മാർക്ക് എന്ന് കാണുമ്പോൾ നമ്മൾ കുറേ ഉണ്ടെന്ന് വിചാരിച്ച് അൺനെസസറി ആയിട്ട് കുറേ എഴുതി വെക്കും. പക്ഷെ അത് ചെയ്യരുത്. കാരണം എന്താ, ഇവിടെ ഈ 2 കേസിനും കൂടെയാണ് 11 മാർക്ക്. അതും ഈ 2 കേസിൻ്റെ അകത്തെ മാറ്റേഴ്സിനും ഓഡിറ്റ് എവിഡൻസിനും കൂടെയാണ് 11 മാർക്ക്. മനസ്സിലായോ? ഓക്കെ, അതായത് ഇഫക്റ്റീവ്ലി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 5 മാർക്ക് ഈച്ച് അല്ലെങ്കിൽ 6 മാർക്ക് ഈച്ച് എന്നുള്ള രീതിയിൽ എടുത്തോ. 6, 5 മാറ്റേഴ്സിന് മേ ബി ഒരു 6 മാർക്കും എവിഡൻസിന് 5 മാർക്കും ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ മാറ്റേഴ്സിൻ്റെ അകത്ത് 3 മാർക്ക് ഇവിടെയും 3 മാർക്ക് ഇവിടെ ആയിരിക്കും. എവിഡൻസിന്റെ അകത്താണെങ്കിലും 3 മാർക്ക് ഇവിടെ 3 മാർക്ക് ഇവിടെ എന്നുള്ള രീതിയിലായിരിക്കും. മനസ്സിലായോ? അപ്പം അത്രേ വെയിറ്റേജ് ഉള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പൊ അൺനെസസറി ആയിട്ട് കുറേ എഴുതി വെക്കാൻ നോക്കല്ലേ 11 മാർക്ക് എന്ന് കാണുമ്പോൾ. ഫൈൻ. ഓക്കെ, ഇനി കംപ്ലീഷൻ അപ്ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. The group has selected a buyer and it is at advanced stage of negotiation with the sale expected to occur by October 2015. Following the discussion with the group finance director, consolidated financials has not been amended with the disclosure of planned disposal of laundry company. Laundry company. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് എന്ത് ചെയ്തു, ഒരു ബയറിനെ കണ്ടുപിടിച്ചു. ഏതൊക്കെയോ അഡ്വാൻസ് സ്റ്റേജസ് ഓഫ് നെഗോസിയേഷനിലേക്ക് പോവാണ് ഒക്ടോബർ 2015.
കമ്പനി വിൽക്കും എന്ന് പറഞ്ഞു. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ഫിനാൻസ് ഡയറക്ടർ കൺസോളിഡേറ്റഡ് എഫേഴ്സിനകത്ത് എന്തൊക്കെ അമെൻമെന്റ്സ് നടത്തുന്നില്ല, പ്ലാൻ ഡിസ്പോസലിനെ കുറിച്ച് പറഞ്ഞിട്ടും എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നമ്മളോട് ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ടാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? എക്സിബിറ്റ് 1 ആണ് ഇനി വായിക്കേണ്ടത്. ആ 1നെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആൻസർ എഴുതാൻ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സിബിറ്റ് 1ലെ ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ എക്സിബിറ്റ് 1. Exhibit 1. You are in process of reviewing audit working papers for the consolidated financial statements for the year ended 31st March 2015. All group companies are audited by your firm, and following the issue in relation to one of the group subsidiaries have not been brought to your attention. അപ്പോൾ നമ്മളോട് പറഞ്ഞു നമ്മൾ വർക്കിംഗ് പേപ്പേഴ്സ് റിവ്യൂ ആണ് കൺസോളിഡേറ്റഡ് എഫ്എസിന്റെ. അപ്പം ഗ്രൂപ്പിലുള്ള എല്ലാ കമ്പനീസിന്റെയും ഓഡിറ്റ് നമ്മുടെ ഫേമാ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു. ദെൻ ലാൻഡ്രി കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ ദി സിനാരിയോ നൗ. The group is in the process of arranging to sell Landry Company, one of the wholly owned subsidiaries, where Landry Company is currently the only subsidiary which operates from a foreign country. The audit file states that negotiations with 2 prospective buyers are in progress, and the group has set the sales price at 90 million. Carrying amount of Landry Company in the consolidated financial statements, including goodwill, is 78 million. And the company contributed revenue of 144 million and profit before income tax of 10.1 million to the group during the year to 31st March 2015. One of the potential buyers have used an independent firm to prepare a due diligence report on Landry Company's assets and liabilities. Potential buyer is expected to make an offer to purchase the company once this process is complete. The group finance director has not made any disclosures with respect to the potential upcoming sale in the consolidated financial statements for the year ended 31st March 2015, as the sale has not yet been finalized and no contract has been signed. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഗ്രൂപ്പ് ലാൻഡ്രി കമ്പനിയുടെ ലാൻഡ്രി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനീനെ നമ്മുടെ ടോട്ടൽ ഗ്രൂപ്പിന്റെ അകത്ത് നിന്ന് അവർ എന്ത് ചെയ്യാണ്? ഡിസ്പോസ് ചെയ്യാണെന്ന് പറഞ്ഞു. ഹോളി ഓൺഡ് സബ്സിഡറി ആണ് നമ്മുടെ. ആൻഡ് ഓഡിറ്റ് ഫയലിനകത്ത് പറയുന്നുണ്ട് കറന്റ് 2 പൊട്ടൻഷ്യൽ ബയേഴ്സുമായിട്ട് നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് സെല്ലിംഗ് പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്തു 90 മില്യൺ. കൺസോളിഡേറ്റഡ് എഫേഴ്സിൻ്റെ അകത്തുള്ള ഈ അസറ്റിന്റെ വാല്യൂ ഇൻക്ലൂഡിങ് ഗുഡ്വിൽ 78 മില്യണേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനി 144 മില്യൺ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. 10.1 മില്യൺ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉണ്ട് to 31st March 2015. One of the potential buyers ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫേമിനെ യൂസ് ചെയ്ത് ഡ്യൂ ഡിലിജൻസ് റിവ്യൂ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന് മേലെ. പൊട്ടൻഷ്യൽ ബയേഴ്സ് ഓൾറെഡി കമ്പനിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഓഫറും കൊടുത്തിട്ടുണ്ട് ഈ പർട്ടിക്കുലർ കമ്പനീനെ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ആൻഡ് നമ്മളോട് പറഞ്ഞു ഈ ഗ്രൂപ്പ് ഫിനാൻസ് ഡയറക്ടർ ഡിസ്ക്ലോസേഴ്സ് കൊടുത്തിട്ടില്ല അപ്കമിങ് സെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് കൺസോളിഡേറ്റഡ് എഫേഴ്സിൻ്റെ അകത്ത്. കാരണം അവർ പറയുന്ന സെയിൽ ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല, കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്തിട്ടില്ല എന്നാണ്. അതിന്റെ ബേസിസിലാണ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ഇവിടെ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ആസ് ഹെൽഡ് ഫോർ സെയിൽ പോസിബിൾ ആണോ? അതേപോലെ തന്നെ പോസിബിലിറ്റി ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ്രി കമ്പനീസ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആൻഡ് അതിന്റെ ഇമ്പാക്ട് ഓൺ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. 2 കേസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. സോ നിങ്ങൾ 1, 2 എന്നുള്ള റിക്കമെൻഡ് ആയിട്ട് എഴുതണം എന്നില്ല, ചുമ്മാ ഹെഡിങ് കൊടുത്ത് എഴുതി പോയാൽ മതി. പാർട്ട് ബി എന്നുള്ള ഒറ്റ മെയിൻ ഹെഡ് കൊടുത്താൽ മതി. എന്നിട്ട് ആ 2 കേസും എഴുതിയതിന് അതിന് ശേഷം 2നും കൂടെ എവിഡൻസ് കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, പറയടാ. ഇവിടെ ക്യാൻ വി ട്രീറ്റ് ഇറ്റ് as ഹെൽഡ് ഫോർ സെയിൽ? ട്രീറ്റ്മെന്റ് ഓഫ് ഹെൽഡ് ഫോർ സെയിൽ ആദ്യമേ പറഞ്ഞേ. സ്റ്റാൻഡേർഡ് ഏതാ വരിക? IFRS 5 നോൺ കറന്റ് അസറ്റ്, ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. ആൻഡ് ആസ് പെർ സ്റ്റാൻഡേർഡ് നമുക്ക് എപ്പോഴാണ് ഒരു അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? എല്ലാവരും ഒന്ന് ഓവർ ദ മൈക്കിനെ റെസ്പോണ്ട് ചെയ്യുക, ചാറ്റും കൂടെ വായിക്കാൻ ടൈമില്ല അതുകൊണ്ട്. ഓക്കെ, അതായത് ദ കമ്പനി മസ്റ്റ് ബി ഹാവിംഗ് എ പ്ലാൻ ടു ഡിസ്പോസ് ഓഫ് ദി അസറ്റ് ആൻഡ് ദ സെയിൽ ഷുഡ് ബി പ്രോബബിൾ അല്ലേ? ആൻഡ് പ്രോബബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? മാനേജ്മെന്റ് ഷുഡ് ബി ഹാവിംഗ് എ പ്ലാൻ ടു ഇമീഡിയറ്റ്ലി ഡിസ്പോസ് ഓഫ് ദി അസറ്റ്. പിന്നെ there should be an active program to locate the buyer. പിന്നെ അസറ്റ് കറന്റ് കണ്ടീഷനിൽ സെയിലിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കണം. പിന്നെ
വിത്തിൻ 1 ഇയർ. വിത്തിൻ എ പീരീഡ് ഓഫ് 12 മന്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഡിസ്പോസൽ നടത്തണം. അത് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ അവിടെ 12 മന്ത്സിനുള്ളിൽ തന്നെ അസറ്റ് ഡിസ്പോസൽ നടക്കുന്നുള്ളത് പ്രോബബിൾ ആയിരിക്കണം. പിന്നെ റീസണബിൾ ഫെയർ പ്രൈസിൽ പ്രൈസിൽ റീസണബിൾ പ്രൈസിലായിരിക്കണം അത് കൊടുക്കുന്ന. അതേപോലെ തന്നെ അസറ്റ് എന്തായിരിക്കണം, ആക്റ്റീവ്ലി മാർക്കറ്റഡ് ആയിരിക്കണം. ശരിയല്ലേ? ഓക്കെ. ഇവിടെ കണ്ടീഷൻസ് മീറ്റ് ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് കണ്ടീഷൻസ് മീറ്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ ആൻസർ ആയിട്ട് പറയണം. ഇവിടെ കണ്ടീഷൻസ് എന്തൊക്കെ മീറ്റ് ആവുന്നത്? നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്ന കേസസ് എന്തൊക്കെ, ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്? 2 പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് വന്നിട്ടുണ്ട്, അവരുമായിട്ടുള്ള നെഗോസിയേഷൻസ് ഇൻ പ്രോഗ്രസ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. ശരിയല്ലേ? പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഒക്ടോബറിൽ സെയിലാന്ന് പറഞ്ഞു. ഇല്ല, ഒക്ടോബർ സെയിൽ ആണെന്നുള്ളത് നമുക്കിപ്പോൾ ഇല്ലേ, അത് സെക്കൻഡ് കേസ് ആടാ. നമുക്ക് എക്സിബിറ്റ് 1-ലുള്ള ഡേറ്റ മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ പ്ലാൻ ടു സെൽ ഉണ്ട്. പ്ലാൻ ടു സെൽ ഉണ്ട്. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പൊട്ടൻഷ്യൽ ബയേഴ്സ് വന്നിട്ട് എന്തുവരെ ചെയ്യുന്നുണ്ട്, അവര് നെഗോസിയേഷൻ നെഗോസിയേഷൻസ് നടത്തുന്നുണ്ട്. കമ്പനി പർച്ചേസ് പ്രൈസും ഡിറ്റർമൈൻ ചെയ്തു, സെല്ലിംഗ് പ്രൈസ് 90 million ഡിറ്റർമൈൻ ചെയ്തു. അതിന് പുറമെ ഒരു പൊട്ടൻഷ്യൽ ബയേഴ്സ് വീണ്ടും ഫെർദർ ആക്ഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ഡിലിജൻസ് റിപ്പോർട്ട് വരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു ഇൻഡിപെൻഡന്റ് തേർഡ് പാർട്ടിനെ കൊണ്ട്. പിന്നെ ഈ പൊട്ടൻഷ്യൽ ബയർ കമ്പനിക്ക് ഒരു ഓഫർ കൊടുക്കാനായിട്ടുള്ള പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി നിൽക്കുകയെന്ന് പറഞ്ഞു. സോ ഇതിൽ നിന്ന് എന്തൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുക? നെഗോസിയേഷൻ പൊട്ടൻഷ്യൽ ബയർ നടക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്തൊക്കെയാ? ആക്റ്റീവ്ലി മാർക്കറ്റഡ് ആണ്. കമ്പനി ആക്റ്റീവ്ലി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദേ ഹാവ് ആൻഡ് ദ മാനേജ്മെന്റ് ഈസ് കമ്മിറ്റഡ് ടു സെൽ ദിസ് അസറ്റ് അല്ലേ? പിന്നെ രണ്ടാമത്തെ കേസ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞേ? നെഗോസിയേഷൻ നടക്കുന്നു, പർച്ചേസ് പ്രൈസ് എഗ്രി ചെയ്തു ഓൾമോസ്റ്റ്. അപ്പൊ അതിനർത്ഥം എന്താ? സെയിൽ ഓൾമോസ്റ്റ് ഇപ്പൊ എന്തായി, അപ്പം പ്രോബബിൾ ആയി അല്ലേ? കാരണം വിത്തിൻ 12 മന്ത്സിനുള്ളിൽ സെയിൽ നടക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആ ഒരു പർട്ടിക്കുലർ പ്രൈസ് വരെ എഗ്രി ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് അവിടെ ഡ്യൂ ഡിലിജൻസ് റിപ്പോർട്ട് വരെ ഒരു ക്ലയന്റ് എത്തി എന്നുള്ളത്. സോ അപ്പൊ അതിനർത്ഥം എന്താ? അസറ്റ് ഇമ്മീഡിയറ്റ്ലി സെയിലിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതും അവിടെ നമുക്ക് മനസ്സിലാക്കാം. സോ ഫ്രം ദിസ് ഇവിടെ കണ്ടീഷൻസ് ഫോർ ഹെൽപ്പ് ഫോർ സെയിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. സോ കണ്ടീഷൻ ഫോർ ഹെൽപ്പ് സെയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ഇഷ്യൂ എന്താ? ഓക്കെ. സോ ആസ് പാർട്ട് ഓഫ് ദാറ്റ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ? ഹെൽപ്പ് ഫോർ സെയിൽ ആയിട്ടുള്ള കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളടാ. നമ്മൾ ഹെൽപ്പ് ഫോർ സെയിലിന്റെ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? അസറ്റിനെ എന്താ ചെയ്യണ്ടേ? ഓക്കെ, അസറ്റിനെ റീവാല്യൂ ചെയ്യണം. റീവാല്യൂ ചെയ്യുന്നത് ഏത് ഫിഗറിലേക്കായിരിക്കും? ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ. ആ ഡിഫറൻസ് എത്രയാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? P&L ഗെയിൻ ഓർ ലോസ് ആയിട്ട് നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും ഫെർദർ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? അവരെന്താ ചെയ്തേക്കുന്നത്? അവരെന്താ ചെയ്തേക്കുന്നത്? അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അവർ പറയുന്നത് എന്താ? സെയിൽ കൺഫേം ആയില്ല, അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ മിസ്റ്റേറ്റഡ് ആവും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് എത്രയാണ് പറയാനായിട്ടുള്ളത്? അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് പറയാം. ആദ്യമേ നിങ്ങൾ പറയാം ആസ് പെർ IFRS 5 നോൺ കറന്റ് അസറ്റ് ഹെൽപ്പ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. When a company is having a plan to dispose of an asset, the sale should be highly probable to treat it under the standard. And the conditions of IFRS 5 should have been met. എന്നിട്ട് നമ്മുടെ എല്ലാ കണ്ടീഷൻസും എഴുതുക. എന്നിട്ട് നിങ്ങൾ ബേസ്ഡ് ഓൺ സിനാരിയോ പറയാം. The company have already started negotiations with 2 of the prospective buyers and they have also agreed to the sales price. So it is evident that the asset is actively marketed and there is a probability that the sale will be happening within the period of 12 months. In addition to that, the negotiations have went further and one of the customers have even agreed to complete the process as early as possible. And as part of that, they have already carried out the due diligence review by an independent firm. Therefore, there is probability that the asset will be sold immediately at the present condition, and all the conditions relating to the held for sale has been met. Therefore, the company should have immediately revalued the asset to the lower of carrying value or fair value less cost to sell, and related gain and losses need to be recognized in the P&L. And in addition to that, no further depreciation should be charged on the assets. However, the group's finance director have not made any disclosures with respect to the
upcoming sale, as they are stating that the sales have not been finalized and no contract has been signed, which may result in material misstatements. Clear ആയോ? Okay. And അവിടെ Yes. മെറ്റീരിയാലിറ്റി നിങ്ങൾ പറയാം കേട്ടോ. The amount of this transaction will be highly material to the financial statements. കാരണം എന്താ? മെറ്റീരിയൽ ത്രെഷോൾഡിന്റെ അബോവ്. മെറ്റീരിയാലിറ്റി ത്രെഷോൾഡിന്റെ അബോവ് ആണ് ഇവിടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ആണ്. ആക്ച്വലി ഒരു കറക്ഷൻ കൂടെ ഉണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അത്. ഇവിടെ ഇമ്പയർമെന്റ് ഉണ്ടോ എന്തെങ്കിലും? ഇവിടെ ഇമ്പയർമെന്റ് ഉണ്ടാവാൻ കമ്പാരിറ്റീവ്ലി ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ക്യാരിങ് വാല്യൂ ഓഫ് അസറ്റ് കറന്റ് എടുത്തേക്കുന്നത് എത്രയാ? 78 മില്യൺ ആണ്. NRV എത്രയാ? സെല്ലിംഗ് പ്രൈസ് എത്രയാ? 90 മില്യൺ ആണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പയർമെന്റ് ഉണ്ടാവോ? ഇല്ല. പക്ഷെ ഇമ്പയർമെന്റ് റിവ്യൂ അവിടെ എന്താണെങ്കിലും എന്ത് ചെയ്യണം? എക്സ്പേർട്ട് തന്നെ ക്യാരി ഔട്ട് ചെയ്യണം. പക്ഷെ അത് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അപ്പൊ പറഞ്ഞു വെച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്കിതിനെ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സെക്കൻഡ് കോൾ. സോ അടുത്ത ഹെഡിങ് കൊടുക്കുക, പോസിബിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ്രി കമ്പനി ആസ് എ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. നമുക്ക് എപ്പോഴാ ഒരു ഹെൽപ്പ് ഫോർ സെയിൽ ആയിട്ട് വരുന്ന കാര്യത്തിന് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? P&L-നകത്ത് എന്തൊക്കെ കണ്ടീഷൻ ആയിരുന്നു ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ? മേജർ മേജർ പോർഷൻ ലൈൻ ഓഫ് ബിസിനസ്. മേജർ ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കണം. പിന്നെയോ പാർട്ട് ഓഫ് എ പ്ലാൻ ടു ഡിസ്പോസ് ഒരു പാർട്ട് ഓഫ് മറ്റേ ഇതേപോലെ തന്നെ സെപ്പറേറ്റ് മേജർ ലൈൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് നമ്മളൊരു സിംഗിൾ ട്രാൻസാക്ഷനെ ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കണം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു ഏറ്റവും ബേസിക് കേസ് എന്ന് പറയുന്നത് ഒരു സബ്സിഡറി നമ്മൾ അക്യൂർ ചെയ്തത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ഡിസ്പോസൽ പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് കാണിക്കാം. ഹൗഎവർ എബോവ് ഓൾ ഇറ്റ് ഷുഡ് ബി എ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. ശരിയല്ലേ? ഇത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആണോ ഈ കേസിൽ? ആസ് ഓഫ് നൗ അറ്റ് ദ ഇയർ എൻഡ് ആണോ? കമ്പനിയുടെ ഓപ്പറേഷൻസ് സ്റ്റിൽ ക്യാരിഡ് ഔട്ട് അല്ലേ? അതായത് കമ്പനി നിൽക്കുന്നതിനെ കുറിച്ച് ഇവിടെ കൺഫേം ആയിട്ടുണ്ടോ? ഇല്ല. കാരണം ഞാൻ പറഞ്ഞു ഈ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ആസ് ഓഫ് നൗ തന്നിട്ടില്ല. നമ്മളോട് ഇവിടം വരെ എഴുതാൻ പറഞ്ഞേക്കുന്ന എക്സിബിറ്റ് 1 യൂസ് ചെയ്ത് മാത്രമാണ്. അപ്പൊ എക്സിബിറ്റ് 1 സെയിൽ കൺഫേം ആവോ, കമ്പനി ഇന്ന ദിവസം വൈൻഡപ്പ് ആവും എന്നുള്ള പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നെഗോസിയേഷൻസ് നടക്കുന്നേ ഉള്ളൂ. സോ ഓപ്പറേഷൻസ് ആർ കണ്ടിന്യൂയിങ്. കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് ആൻ അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. So it cannot be treated as discontinued operation. Instead, it can only be categorized under held for sale criteria. Clear ആയോ? ഓക്കെ. അപ്പം ഇനി ഇവിടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എവിഡൻസസ് എന്തൊക്കെയാണ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞടാ, എന്തൊക്കെ എവിഡൻസസ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ബേസിക്കലി പ്രൊസീജിയർ പറഞ്ഞു എന്നിട്ട് അത് എവിഡൻസ് ആക്കി മാറ്റിയാലും മതി. ഫസ്റ്റ് നമുക്ക് എന്താ കൺഫേം ചെയ്യേണ്ടത്? കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതി പോവാം അല്ലേ? ഇവിടെ ആദ്യം നിങ്ങൾക്ക് എന്താ കൺഫേം ചെയ്യേണ്ടത്? ഈ സെയില് ശരിക്കും നടത്താൻ മാനേജ്മെന്റ് തീരുമാനിച്ചോ? സെയില് ഹൈലി പ്രോബബിൾ ആണോ? അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ മാനേജ്മെന്റിന് ശരിക്കും ഇന്റൻഷൻ ഉണ്ടോ എന്നറിയണം. അതെങ്ങനെ അറിയാൻ പറ്റുക? റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഓഫ് laundry company in order to confirm whether the board of directors have decided to dispose of the laundry company and the sale is highly probable. അത് നമ്മൾ എവിഡൻസ് ആയിട്ട് പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? കോപ്പി ഇല്ലടാ, എ റിവ്യൂ ഓഫ് ബോർഡ് മിനിറ്റ്സ് പറയാ. മനസ്സിലായോ? ഓക്കെ, എവിഡൻസാ. പ്രൊസീജിയർ പറയുന്ന സമയത്ത് നമ്മൾ എന്താ വരിക? അവിടെ നമ്മൾ പറയും റിവ്യൂ ബോർഡ് മിനിറ്റ്സ് എന്ന് പറയും. എവിഡൻസ് പറയുമ്പോൾ നമ്മൾ എന്താ വർക്കിംഗ് പേപ്പറിൽ നോക്കിയെന്ന് പറയാം. അപ്പൊ നമ്മൾ എന്തായിരിക്കും വർക്കിംഗ് പേപ്പറിൽ കണ്ടത്? എ റിവ്യൂ ഓഫ് ബോർഡ് മിനിറ്റ്സ് നടത്തിയേക്കുന്ന കണ്ടു. മനസ്സിലായോ? ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ അവിടെ പറയുന്ന സമയത്ത് റിവ്യൂ എന്നുള്ള ടേമിന് പ്രോബ്ലമാണ്. അവിടെ നമ്മൾ സാധാരണ പറയാം എക്സാമിൻ ബോർഡ് മിനിറ്റ്സ് അല്ലേ പറയാം, അല്ലെങ്കിൽ ഇൻസ്പെക്ട് ബോർഡ് മിനിറ്റ്സ് അല്ലേ പറയാ. അതിന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാൽ അതിന് ഇൻസ്പെക്ഷൻ ഓഫ് ബോർഡ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഓക്കെ. പിന്നെ വേറെ 2 കസ്റ്റമേഴ്സുമായിട്ടുള്ള നെഗോസിയേഷൻസ് ഓൺഗോയിങ് ആണ് എന്ന് പറഞ്ഞു. ആ നെഗോസിയേഷൻസ് ഓൺഗോയിങ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും നോക്കാൻ പറ്റുക? കറസ്പോണ്ടൻസ് നോക്കിക്കൂടെ? ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? റിവ്യൂ കറസ്പോണ്ടൻസ് വിത്ത് ദ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ നെഗോസിയേഷൻസ് ആർ ഇൻ പ്രോഗ്രസ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം അവിടെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? റിവ്യൂ ഓഫ് കറസ്പോണ്ടൻസ് ആയിരിക്കും. ക്ലിയർ അല്ലേ?
ഓക്കെ. പിന്നെ ഇവര് ഗ്രൂപ്പ് സെയിൽസ് പ്രൈസ് കാണിച്ചേക്കുന്ന 90 മില്യൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെങ്ങനെയായിരിക്കും സെയിൽസ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക? ഫെയർ വാല്യൂ ഫെയർ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും സെയിൽസ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത്? ഏതെങ്കിലും എക്സ്പേർട്ടിന്റെ റിപ്പോർട്ടൊക്കെ വെച്ചിട്ടായിരിക്കില്ലേ? ഓക്കെ. അപ്പം ആ മറ്റേ ഇവര് സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് വാല്യുവേഷൻ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യാൻ പറഞ്ഞൂടെ? അപ്പം നിങ്ങൾ എവിഡൻസ് പറയുന്ന സമയത്ത് എന്ത് പറഞ്ഞാൽ മതി? എ കോപ്പി ഓഫ് എക്സ്പേർട്ട് വാല്യുവേഷൻ റിപ്പോർട്ട് പറയാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു കൺഫേം വെദർ ദ കമ്പനി ഹാവ് ഡിസൈഡഡ് ടു ഡിസ്പോസ് ഓഫ് ദി ലോണ്ടറി കമ്പനി അറ്റ് എ സെല്ലിംഗ് പ്രൈസ് ഓഫ് 90 മില്യൺ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അപ്പൊ അവിടെ മാർക്കറ്റ് റിപ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? മാർക്കറ്റ് റിപ്പോർട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ റീസണബിൾസ് നമുക്ക് നോക്കാൻ ഫെയർ വാല്യൂ. അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്ത് മാർക്കറ്റുമായിട്ടുള്ള റേറ്റ് കമ്പയർ ചെയ്ത് നോക്കാൻ പറയാൻ വേണേല്. Okay. ഓക്കെ. പിന്നെ ഇംപേയ്മെന്റ് റിവ്യൂ നടത്തുന്നതിനെ കുറിച്ചുള്ള പോയിന്റ്സ് പറയണ്ടേ? ഇവർ ഇംപേയ്മെന്റ് ടെസ്റ്റിംഗ് ചെയ്തെന്നുള്ള കൺഫേം ചെയ്യണ്ടേ? അതെങ്ങനെ ചെയ്യാൻ പറ്റുക? ഇമ്പയർമെന്റ് ഷെഡ്യൂൾ റിവ്യൂ ചെയ്യാൻ. ഇംപേയ്മെന്റ് സ്കെഡ്യൂൾ റിവ്യൂ ചെയ്യാൻ പറയാം. അപ്പൊ അവിടെ നമ്മൾ എന്തായിരിക്കും പറയാ? അല്ലെങ്കിൽ നമ്മൾ ഒബ്റ്റെയിൻ ദ കോപ്പി ഓഫ് ഇംപേയ്മെന്റ് സ്കെഡ്യൂൾ ഇൻ ഓർഡർ ടു കൺഫേം ദാറ്റ് ദി കമ്പനി ഹാവ് carried out impairment review on the carrying value of the ലോണ്ടറി കമ്പനീസ് അസറ്റ് എന്നുള്ളതായിരിക്കും നമ്മൾ പ്രൊസീജിയർ ആയിട്ട് പറയാം. എവിഡൻസ് ആയിട്ട് പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? എ കോപ്പി ഓഫ് ഇംപേയ്മെന്റ് സ്കെഡ്യൂൾ പറയാം. ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ ഡിസ്പോസൽ നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ നോക്കാൻ പറ്റുക? ലേറ്റർ ഓൺ കാര്യം നടന്നോ, അതിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് അസറ്റ് ഷെഡ്യൂൾ അല്ലടാ, അല്ല നെറ്റ് സോറി പറയേണ്ടത് ഇത് പിന്നീട് എങ്ങാനും നടന്നിട്ടുണ്ടോ? സെയില് എത്ര രൂപയ്ക്കാ പോകുന്നെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ടോന്ന് ബോർഡ് മിനിറ്റ്സ് നോക്കിയാൽ മതി. പക്ഷെ ഏത് ബോർഡ് മിനിറ്റ്സ് നോക്കണം? പോസ്റ്റ് ഇയർ ആൻഡ് ബോർഡ് മിനിറ്റ്സ് നോക്കുക. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്താ പറയാം? റിവ്യൂ ദ പോസ്റ്റ് ഇയർ ആൻഡ് ബോർഡ് മിനിറ്റ്സ് ടു കൺഫേം ദ വാല്യൂ അറ്റ് വിച്ച് ദ കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹവ് ഡിസൈഡഡ് ടു ഡിസ്പോസ് ഓഫ് ദി അസറ്റ് ടു ദ ഡിസ്പോസ് ഓഫ് ദി ലോണ്ടറി കമ്പനി ടു ദ പൊട്ടൻഷ്യൽ ബയേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള പോയിന്റ്സ് പറഞ്ഞാൽ മതി. പക്ഷെ മൊത്തം എത്ര പോയിന്റ്സ് പറഞ്ഞാൽ മതി? ഓൾമോസ്റ്റ് ഒരു 4 or 5 പോയിന്റ്സ് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ആദ്യത്തെ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡിന്റെ ഫോർമാറ്റിൽ തന്നെ എഴുതണം. അത് ആദ്യം മെറ്റീരിയാലിറ്റി, പിന്നെ മാറ്റേഴ്സ് അല്ലടാ ചോദിച്ചാൽ, മാറ്റേഴ്സ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് തന്നെ ക്വസ്റ്റ്യൻ. ഓക്കെ മാറ്റേഴ്സ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് തന്നെ ക്വസ്റ്റ്യൻ, മാറ്റൊന്നുമില്ല. ഓക്കെ. ഇതുണ്ടോ അവർ പറഞ്ഞേക്കുന്നത്? നോക്കിയേ, കുക്കു the part B asks for the matters to be considered and the audit evidence. So use the MAR approach. MAR approach ഏതായിരുന്നു? ഫസ്റ്റ് മെറ്റീരിയാലിറ്റി ഓഫ് ദി ഇഷ്യൂ പറയാം, നെക്സ്റ്റ് ക്രൈറ്റീരിയ ഫോർ നോൺ കറന്റ് അസറ്റിന്റെ സ്റ്റാൻഡേർഡ് പറയാം, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷന്റെ സ്റ്റാൻഡേർഡ് പറയാം, അസറ്റ് ഇവിടെ എന്താണ് ട്രീറ്റ് ചെയ്യണമെന്നുള്ള പറയാം, ദെൻ അതിൻ്റെ അകത്ത് എന്താ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എന്നുള്ള പറയാം. അതാ MARE അപ്രോച്ച്. ക്ലിയർ ആയോ? ഓക്കെ, അതാ പറഞ്ഞേക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞേക്കാണ് ഇവിടെ അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ പറയാം, ഡിപ്രിസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ട്രീറ്റ്മെന്റ് പറയാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ റിസ്ക് ഓഫ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ള പറയാം, അപ്രോപ്രിയറ്റ്ലി ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? സെയിം അപ്രോച്ച് തന്നെ കേട്ടോ. ഓക്കെ. ആൻഡ് അവിടെ നമ്മളോട് പറഞ്ഞേക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയാൽ അവർ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് അതല്ല, മാറ്റേഴ്സ് ആൻഡ് എവിഡൻസ്. ഫസ്റ്റ് പറഞ്ഞെന്താ? പോസിബിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് ഫോർ സെയിൽ. IFRS 5 ഡെഫിനിഷൻ എഴുതുക. സിനാരിയോക്കകത്തുള്ള ഡേറ്റ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനാണ് 2 മാർക്സ്. അതായത് ക്രൈറ്റീരിയ എന്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന്, ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഫാക്ടേഴ്സ് നമ്മൾ ലിങ്ക് ചെയ്തില്ലേ, അതിനാണ് 2 മാർക്സ്. ദെൻ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് മാർക്ക് കിട്ടും. ദെൻ പോസിബിൾ ക്ലാസിഫിക്കേഷൻസ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. IFRS 5 ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ്റെ ഡെഫിനിഷൻ പറയുന്നതിന് നമുക്ക് മാർക്കുണ്ട്. അടുത്ത് സിനാരിയോ വെച്ചിട്ട് നമ്മൾ പറയാം ഈ പർട്ടിക്കുലർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ പോസിബിൾ ഇംപേയ്മെന്റിന്റെ കേസ് പറയാം, മെറ്റീരിയൽ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ള പറയാം. എവിഡൻസിന് ഓരോന്നിനും 1 മാർക്ക് ഈച്ചായിരിക്കും കിട്ടുക. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ പോയിന്റിനും 1 മാർക്ക് ഈച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഹാഫ് മാർക്ക് ആയിരിക്കും കാൽക്കുലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് അവിടെ തന്നെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? The group has selected a buyer and is at advanced stages of negotiation with the sale expected to occur by end of October 2015.
The following discussion with the group finance director, the consolidated financial statements have not been amended with disclosure of the planned disposal of non-trade company. അപ്പോൾ നമ്മളോട് പറഞ്ഞു നെഗോസിയേഷൻസ് ഇൻ പ്രോഗ്രസ് ആണ് ആൻഡ് അവർ അഡ്വാൻസ് സ്റ്റേജിലെത്തി. അപ്പം എൻഡ് ഓഫ് ഒക്ടോബറിൽ അതെന്ത് ചെയ്യും എന്ന് പറഞ്ഞു, ഡീല് ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞു. ആൻഡ് കൺസോളിഡേറ്റഡ് എഫേഴ്സിനകത്ത് പക്ഷേ അമെൻമെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ല, അവർ നടത്താൻ റെഡി ആവുന്നില്ല എന്ന് പറഞ്ഞു. 4 മാർക്കിൽ നിങ്ങളോട് ജസ്റ്റ് ചോദിച്ചേക്കാണ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് ഒപ്പീനിയൻ എന്താണ്, ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്താണ്. എടാ അപ്പോ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേന് നമ്മൾ എന്താ ചെയ്യണ്ടേ? അതായത് ഇവിടെ എന്തായി, ഒക്ടോബറിൽ, അതായത് നമ്മുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത് ഇയർ എൻഡ് എന്തായിരുന്നു, മാർച്ച് ആണ്. നമ്മുടെ ഒരു പർട്ടിക്കുലർ ഡേറ്റ് നമുക്കിപ്പോൾ കിട്ടി, ഒക്ടോബർ 2015 നമുക്ക് എന്താവും മനസ്സിലായി, ഡീല് ക്ലോസ് ആവും, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആവും മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് അതിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ നമ്മളോട് പറഞ്ഞു അവരതിനെ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ഓഡിറ്റ് ഒപ്പീനിയന്റെ മേലുള്ള ഇമ്പാക്ട്, റിപ്പോർട്ടിന് മേലെ വരുന്ന ഇമ്പാക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിൽ ദാറ്റ് ബി എ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്? ഫോർ ഷുവർ ഇറ്റ് വിൽ ബി എ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ? കാരണം എന്താ, ഒരു സബ്സിഡറിനെ ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആൻഡ് വാല്യൂ ഓഫ് അസറ്റ് ഈസ് 78 million. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റവന്യൂ ഇസ് 144 million ആൻഡ് 10.1 million ആണ് പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സ്. അപ്പം പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സും ഇത്രയും ഫിഗേഴ്സും ഉള്ള ഒരു സബ്സിഡറി ആണ്. അപ്പം നമ്മുടെ വാല്യൂ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളോട് ഓൾറെഡി പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ജസ്റ്റ് 5 million. സോ ദിസ് ഈസ് ഹൈലി മെറ്റീരിയൽ ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് പെർവേസീവ് ആയിരിക്കുമോ? ആയിരിക്കും. കാരണം എന്താ, ഓൾ ലൈൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി മിസ്റ്റേറ്റഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് അഫേഴ്സ്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഡ്യൂ ടു വിച്ച് ഇതെന്താണ്, പെർവേസീവ് ആണ്. സോ ഇറ്റ്സ് എ മിസ്സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക, അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ആൻഡ് ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. സോ ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് എന്ത് കൊടുക്കണം എന്ന് പറയാം, ബേസിസ് ഫോർ അഡ്വേഴ്സ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ. സബ്സിഡറി ആയതുകൊണ്ട് നോട്ട്സ് കൊടുത്തില്ല, അതുകൊണ്ട് പെർവീസീവ് ആണെന്ന് പറയാൻ പറ്റുമോ? സബ്സിഡറി ആയതുകൊണ്ട് നോട്ട്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതല്ലടാ, ക്ലാസിഫിക്കേഷൻ അതല്ല ഇവിടെ മിസ്റ്റേക്ക്. ഓക്കെ, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യണ്ടായിരുന്നോ? അതവർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, എവറി ലൈൻ ഐറ്റം മിസ്റ്റേറ്റഡ് ആവില്ലേ? പി എൻ എല്ലിനകത്ത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് കാണിക്കണ്ടേ അതിനെ? മനസ്സിലായോ? ഓക്കെ. ഈ പെർവേസീവ്നെസ്സിനെ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റില്ലേ? അതായത് യൂസേഴ്സിന് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു സിഗ്നിഫിക്കന്റ് ഇഷ്യൂ തന്നെയല്ലേ ഇത് മനസ്സിലാക്കേണ്ട ഡിസിഷനിൽ. അപ്പൊ അത് ആ രീതി കാണിച്ചില്ലെങ്കിൽ വേണേലും പറയാം. പക്ഷെ ആക്ച്വലി നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി ആയിട്ട് നമ്മൾ ആ 3 പോയിന്റ്സ് പഠിച്ചിട്ടില്ലേ? അതിന് പുറമെ എക്സാം അപ്രോച്ചിലാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് തന്നെ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതാണ് ഈ പറഞ്ഞേക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കുന്ന പറയുന്നതിന് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആണ്, മെറ്റീരിയൽ ആണെന്ന് പറയുന്നതിന് 1 മാർക്ക് കിട്ടും, പെർവേസീവ് ആണെന്ന് പറയുന്നതിന് 1 മാർക്ക് കിട്ടും, മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആയതുകൊണ്ട് അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കണം എന്ന് പറയുന്നതിന് 1 മാർക്ക് കിട്ടും. ഇത്രയൊക്കെ നമുക്ക് മാർക്ക് വരുന്നുണ്ടാവുക. ആൻഡ് അവർ ആ കൺക്ലൂഷൻ പറഞ്ഞേക്കുന്നത് നോക്കി അവരിങ്ങനെയാണ് കൺക്ലൂഷൻ പറഞ്ഞേക്കുന്നത്, പ്രോഗ്രസ് വിത്ത് റെസ്പെക്ട് ടു സെയിൽ ഓഫ് ലോണ്ടറി കമ്പനി എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആണ് എന്നുള്ളത് കൺഫേം ആയി. സോ കൺസോളിഡേറ്റഡ് എഫേഴ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ലൈൻ ഐറ്റം ആയിട്ട് കാണിക്കുന്നുണ്ടാവണം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ എമൗണ്ട്സ്. ദെൻ ലാക്ക് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആയി മാറും. ഇത് പെർവേസീവ് ആണ്, കാരണം എവറി ലൈൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഫക്റ്റഡ് ആവും. സോ ഓട്ടോമാറ്റിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫുള്ളി മിസ്റ്റേറ്റഡ് ആവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൺസോളിഡേറ്റഡ് എഫേഴ്സിൻ്റെ അകത്ത് ഇതൊരു മിസ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഡ്യൂ ടു വിച്ച് നമ്മൾ ഈ മിസ്ലീഡിങ് ടു ദ യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ പെർവേസീവ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കുക, ഗിവിംഗ് അല്ലെങ്കിൽ സ്റ്റേറ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡസ് നോട്ട് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ ബേസിസ് ഫോർ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിട്ട് വേണം കൊടുക്കാൻ. അതിൻ്റെ അകത്ത് എന്ത് കാരണം കൊണ്ടാണ് അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കുന്നത് എന്നുള്ളതും കൺക്ലൂഡ് ചെയ്യണം. ക്ലിയർ ആയോ? സാധാരണ നിങ്ങൾ റിപ്പോർട്ടിംഗ് എഴുതാറുള്ള സെയിം തന്നെ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എല്ലാവർക്കും? പ്രോപ്പർലി പക്ക? Yes. Yes, sir.